നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. എന്നാൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. ബെസേലിയോസ് മാർ ക്ലിമിസ് കത്തോലിക്ക ബാവയാണ് ഇത് പറഞ്ഞത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ നാമഹേതു തിരുനാളിന് ആശംസ അറിയിക്കാനെത്തിയതായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അദ്ദേഹത്തോടായിരുന്നു ഈ തുറന്നു പറച്ചിൽ. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ യോഗത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ആയ കാലത്ത് അങ്ങനെയൊക്കെ തൊഴുത്തിൽ കുത്തും പാരവെപ്പും നടത്തിയാലും ഇടവേളകളിൽ അധികാരം നേടാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കരുത്ത് കോൺഗ്രസിനുണ്ടോ? അപ്പോഴും നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ പോരിന് അവസാനമില്ല. ക്ലിമിസ് ബാവയുടേത് ഒരു മുന്നറിയിപ്പാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി ശ്രീ തങ്കച്ചനാണ് എത്തുന്നത്. ശ്രീ തങ്കച്ചൻ, ഇന്ന് ക്ലിമിസ് ബാവ പറഞ്ഞത് കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്, പക്ഷേ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന് നേരത്തെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടുള്ള ഒന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നു, അപ്പോൾ തന്നെ നേതാക്കൾ തമ്മിലുള്ള അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളൊരു മുന്നറിയിപ്പാണോ? കറക്റ്റാണ്. നിങ്ങൾ ബാബയുടെ വർത്തമാനം കറക്റ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരായിട്ട് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ഉള്ളതിൽ കോൺഗ്രസ്സുകാരായിട്ട് ജനമത്സരത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 80 കാലഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി, PM സുധീരൻ, അങ്ങനെയുള്ള ഇതൊക്കെയാണ് അടക്കമുള്ള LDFിലൂടെ പോയത്. ഇപ്പൊ കോൺഗ്രസ്സായിട്ട് നിന്നത് മാത്രം കരുണാകരൻ പോലും ഒരു കാലഘട്ടത്തിൽ LDFിനോട് താല്പര്യം കാണിച്ചിരിക്കുക. പക്ഷെ രമേശ് ചെന്നിത്തല, കാർത്തികേയൻ, പിന്നെ വയനാട് MP ആയിരുന്ന അദ്ദേഹം, പിന്നെ ഇപ്പോഴത്തെ VD സതീശനും അങ്ങനെ മറ്റു പാർട്ടിയിലേക്കും പോയിട്ടില്ലല്ലോ, അല്ലെ? മുന്നണിയിൽ പാർട്ടിയിലും ആന്റണി ഗ്രൂപ്പ് ആയപ്പോ BD സതീശന് പോയിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ, എന്നാവിന്റെ അറിവ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ നേതാക്കന്മാരും 21 MLA-മാരുമായിട്ട് LDFിൽ 80 അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പൊ കോൺഗ്രസ്സുകാരായിട്ട് തിരുത്തൽവാദിയായിട്ട് നിന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് ചേരുന്നത്, കായംകുളത്ത് നിന്നാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബാവയുടെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരം. 100% അതിനോട് യോജിക്കുന്നുണ്ട്. എന്താണ് ഈ കായംകുളത്തൊക്കെ അങ്ങനെ ചില ഉദാഹരണങ്ങളൊക്കെ താങ്കളുടെ മനസ്സിൽ ഓർമ്മ വരുന്നതുകൊണ്ടാണോ? അത് തന്നെയല്ലേ സാറേ. ഇതിനകത്തെന്ന് പറയുമ്പം എനിക്ക് കയറണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയുള്ളൂ എല്ലാ നേതാക്കന്മാർക്കും. ആളാം വീതം ഒരേ ഗ്രൂപ്പ് ഉണ്ടാക്കി പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അത് വേറൊരു ഭാഗം. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണല്ലോ കായംകുളം. അതെ 20 വർഷം കൊണ്ട് ഇവിടെ LDF ഭരിക്കുന്നത്. 20 വർഷം കൊണ്ട് LDF ഭരിക്കുക ഈ മണ്ഡലം. ഇവിടെ ഇപ്പൊ തന്നെ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ 8 സീറ്റിലെ 7 സീറ്റും ഇടതുപക്ഷത്തിന്റെ ഇല്ല. ഏക സീറ്റ് രമേശ് ചെന്നിത്തലയാ. ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു MP ആയിട്ട് കയറിയത് രമേശാണ്. ആ രമേശിനെയാണ് ഇവര് പുറന്തള്ളിയിട്ടേക്കുന്നത്. അപ്പം എനിക്ക് കയറണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളത്. AU എല്ലാം കൂടെ കറന്ന് കളിക്കുക. ഒരാളിന് ഒരു ഗ്രൂപ്പ് വീതമാണ്. അത് എന്ന് മാറുന്നോ അന്നേ ഈ കോൺഗ്രസ് രക്ഷപ്പെടത്തുള്ളൂ. ശരി, ശ്രീ സന്തോഷ് കൂടി ചേർന്നുണ്ട്, കാസർഗോഡ് നിന്നാണ്. ശ്രീ സന്തോഷ്, ബാബ പറഞ്ഞത് കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുമ്പോൾ എല്ലാവരും ചേർന്നാണ് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്, പക്ഷേ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇതിൽ താങ്കൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കുന്നു. ബാബ പബ്ലിക് ഒരു ആളായോണ്ട്, പുറത്തറിയപ്പെടുന്ന ഒരാളായോണ്ട് പുള്ളി പറയുന്നത് മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ ഞങ്ങളൊക്കെ നേരത്തെ ഇത് പറഞ്ഞതാണ്. ഒരുപാട് പേർ പറഞ്ഞ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു യോഗത്തിൽ പണ്ട് പറഞ്ഞതാണ്. അതെ, ഇത് ഇപ്പൊ മാർക്സിസ്റ്റിലുള്ളവർ, LDFിലുള്ളവർ പോലും കോൺഗ്രസിന് മാറ്റിക്കുത്തുന്ന കാലമാണ് ഇപ്പം. ഞങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് പേര് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ അറിയാം, ഉണ്ണിത്താൻ ആദ്യം 40,000 ചില്ലാനം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച ഉണ്ണിത്താൻ 1,00,000 ജയിക്കുന്നു കാസർഗോഡ് മണ്ഡലത്തില്. ഒരിക്കലും കിട്ടാത്ത ഭൂരിപക്ഷമാണ് ഇതൊക്കെ. എല്ലാ മണ്ഡലത്തിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. LDFിന്റെ ആൾക്കാർ പോലും തിരിച്ച് ഇവരെ LDF മാർക്സിസ്റ്റുകാർ ഇനി അവരെ മടുത്തിട്ട്
ഈ മാർക്സിസ്റ്റുകാർ പോലും തിരിച്ചു കുത്തുന്ന കാലത്ത് ഈ കോൺഗ്രസിന്റെ ഉള്ളിലുള്ള കളി, AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള കളി, ഇതിപ്പോ ഇവരെ ചിന്തിച്ചാൽ ബാക്കി സാധാരണ ജനങ്ങൾ എയോ അയ്യോ നോക്കിയിട്ടല്ല, കോൺഗ്രസ് എന്ന ഒറ്റ ഒരു ആശയത്തിന്റെ പേരിലാണ് അവരങ്ങോട്ട് വോട്ട് ചെയ്യുന്നത്. ഇവരെ ഗ്രൂപ്പിസത്തിലൊന്നല്ല ഇവർ കളിക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇവരത് മനസ്സിലാക്കാം. ഇപ്പൊ തൊഴുത്തിൽ കുത്താണ് ഞാൻ ആര് മുഖ്യമന്ത്രിയാവും. ഇപ്പൊ മുഖ്യമന്ത്രിയെ ചർച്ച നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ ഇനി വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ജയകുമാർ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബാബയുടെ അഭിപ്രായം യോജിക്കാൻ കഴിയുന്നൊരു അഭിപ്രായമാണോ? നമസ്കാരം. നമസ്കാരം. ഇന്ന് ഈ വിഷയമായതുകൊണ്ട് സഹാക്കന്മാരെ തെറിയാക്കാതെ കഴിച്ചു കൂട്ടാം. എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? അല്ലേ, എന്തെല്ലാം വിഷയം കിടക്കുന്ന ഇവിടെ അത്യാവശ്യമായ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് ഏത് വിഷയമായിരുന്നു ശ്രീ ജയകുമാർ എന്ന് എടുക്കേണ്ടിയിരുന്നത്? പറയാം പറഞ്ഞോളൂ. അത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് പറഞ്ഞത്. ശരി, ഓക്കെ. MLA-യുടെ മകൻ കഞ്ചാവ് അടിച്ച് പിടിച്ച ഒരു ഓഫീസർ, ഈ സത്യസന്ധരായ ഒരു ഓഫീസറെ സ്ഥലം മാറ്റി. ആ സ്ഥലം മാറ്റത്തെ കുറിച്ച് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സ്ഥലം മാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയത്തെ കുറിച്ച്. പോട്ടെ, ഞാൻ വിട്ടു. ഈ ബാബയ്ക്ക് വായി തോന്നണയൊക്കെ പറയാം. ഈ കാരണം എന്താ വെച്ചാല് അങ്ങനെ ഈ ഒരു ബാവയൊക്കെ പറയുന്ന സാധനത്തിൽ താങ്കൾക്ക് അതിനെ എതിർത്ത് പറയാം. പക്ഷെ നമ്മൾ കുറെ കൂടി ഇതേ രീതിയിൽ നമുക്ക് ഒരു മതത്തിന്റെ ഒക്കെ ഒരു പുരോഹിതനല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ താങ്കൾ അതിനെ എതിർക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, എത്ര ശക്തമായി വേണമെങ്കിലും എതിർക്കാം. പക്ഷെ നമ്മൾ കുറെ കൂടി നല്ല ഭാഷ ഉപയോഗിച്ചാൽ നല്ലത്. ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞത് ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞത്, കുറെ കൂടി നല്ല ഭാഷ ഉപയോഗിച്ചാൽ നല്ലതെന്ന് പറഞ്ഞത്. ഒറ്റ അനാവശ്യവും പറയില്ല, ജനിച്ചിട്ട് കാര്യം പറയണം. കാരണം എന്താ വെച്ചാല് പാർട്ടിക്കകത്ത് ഇപ്പൊ ഒരു പ്രശ്നമില്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പൊ പാർട്ടിയിട്ട് പുറത്തായി. പിന്നെ ഉള്ളത് ഈ മതസംഘടനകള് ഈ രമേശ് ചെന്നിത്തല ഇപ്പൊ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ പത്രക്കാർക്കൊക്കെ അങ്ങനെയാണ് മുഖ്യമന്ത്രിയാക്കാനാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഈ പ്രശ്നമല്ലാതെ പാർട്ടിക്കകത്ത് ഇപ്പൊ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. പത്രക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണോ? അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ നായർ പറഞ്ഞൊക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. സുകുമാരൻ നായർ പറഞ്ഞതാണ്. ഞാൻ അതല്ല ആദ്യം ഞാൻ പറഞ്ഞ താങ്കൾ കേട്ടില്ല എന്ന് തോന്നുന്നു. മതസംഘടനകള് വിളിച്ചിട്ട് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ല പാർട്ടി നേതാക്കൾ അതാണ് പറയണ്ടേ? പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു പരിപാടിയില്ല. അതിനകത്ത് സതീശൻ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ആരെ വിളിച്ചാലും പോകും. ഞാൻ ഇന്നടത്ത് പോകുന്നുണ്ട്, അവര് മറ്റടുത്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണെന്ന് തോന്നുന്നു. നമുക്ക് ശ്രീ സ്കറിയ കൂടി ചേരുന്നുണ്ട്, ചെറുപുഴയിൽ നിന്നാണ്. ശ്രീ സ്കറിയ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ക്ലിമിസ് ബാവയുടെ പരാമർശം അത് ഒരു മുന്നറിയിപ്പാണോ? മുന്നറിയിപ്പ് മാത്രമല്ല, ഞങ്ങളൊക്കെ പാർട്ടിയിൽ എല്ലാ കാലങ്ങളിലും ഈ കാര്യങ്ങൾ പറയാറുള്ളതാണ്. കോൺഗ്രസിനെ തോന്നിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. താങ്കൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ? ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. ശരി, അപ്പോൾ താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി ആ പ്രവർത്തനത്തിന്റെ അങ്ങനെ കോൺഗ്രസിന് അങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ടായി പലപ്പോഴും ഞങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് പുറത്തു നോക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് കോൺഗ്രസ് ഇവിടെ ജയിക്കുന്നത്. കോൺഗ്രസിൽ കുറെ നേതാക്കന്മാരുണ്ട്. അത് ആന്റണി പറഞ്ഞിരുന്നല്ലോ. ആന്റണി പറഞ്ഞു നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞൊരു പാർട്ടിയാണ് കോൺഗ്രസ്, ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ നേതാക്കന്മാരില്ല എന്ന് ആന്റണി പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ ഘടകം എന്നാന്ന് കുഴപ്പമെന്ന് വെച്ചാല് ഇവിടെ കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന നിഷ്പക്ഷവാദികളായിട്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ സന്തോഷ് കാസോകൾ പറഞ്ഞ പോലെ CPM-ന്റെയും BJP-യുടെ ആൾക്കാർ കോൺഗ്രസിന് വോട്ട് കുത്തുന്നതിന്റെ പേരിലാണ്. ഇവർ ഇപ്പൊ അതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഫോൺ കട്ടാക്കരുത്. നമ്മുടെ ഈ സ്ഥാനമാനങ്ങൾ കിട്ടി ഇവർ ജീവിതകാലം മുഴുവൻ ഇരിക്കുക. ഞാൻ MLA കോശിൽ പോയിട്ടുള്ള, എനിക്ക് അവിടെ തിരിച്ചു പോരാൻ തോന്നിയില്ല അവിടുത്തെ സൗകര്യങ്ങളും ഇതും കണ്ടു കഴിഞ്ഞപ്പം. അപ്പം ഈ CPM-ന് നേതൃത്വം പറയുന്നത് എന്നാ തെറ്റുകുറ്റം ഉണ്ടെങ്കിലും മിണ്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടുകയില്ല. കോൺഗ്രസിനല്ല, മിണ്ടരുതെന്ന് പറഞ്ഞാൽ ഇമാര് മിണ്ടും, ഇമാര് തൊഴിൽ കുത്തും. കോവിഡ് കാലത്ത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ ഈ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആളാണ്. സോണി സഭാഷിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കൂർ ശ്രീകണ്ഠാരം പാർട്ടി ഓഫീസ് പൂട്ടുന്നു. അപ്പൊ സജി ജോസഫിന് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഈ സോണി സഭാഷിനായിരുന്നെങ്കിൽ 8 നിരയിൽ സോണി സഭാഷിന് കോൺഗ്രസ് പൊട്ടിയത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞു. ശ്രീ അനിയൻകുട്ടനാണ്, പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണോ? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് അതിപ്പം വാവ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സുകാരെ തന്നെയാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, പക്ക കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോഴും പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടോ? ഉണ്ട് പാർട്ടി പ്രവർത്തനം. പക്ഷേങ്കിൽ നമ്മളെ ഇപ്പൊ കോൺഗ്രസിൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാരും പ്രവർത്തകരും ഒക്കെ ഉള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഗ്രൂപ്പ് വഴക്ക്, അത് വാവ പറഞ്ഞതും വാവ പറഞ്ഞില്ലെങ്കിലും വാവ പറഞ്ഞ കാര്യം കറക്റ്റ്, നിങ്ങൾ ഇടയ്ക്ക് നിർത്തരുത്, കറക്റ്റ് കാര്യമാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരന്മാർ തന്നെയാണ്. ഈ നേതാക്കളാണ് മുതിർന്ന കുറെ എന്താ
നേതാക്കളുണ്ടല്ലോ, മുതിർന്ന കുറെ നേതാക്കൾ, യുവന്മാരാണ് ഈ കിടന്ന് കളിക്കുന്നത്. പെട്ടി തൂക്കികളുണ്ട് യുവന്മാരുടെ കൂടെ കുറേ എണ്ണം. യുവന്മാരാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊന്നും പിന്നെ പിണറായി വിജയനൊന്നും അധികാരത്തിൽ വരികയില്ല. ആ വർഷമായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മണ്ഡലമൊക്കെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. ഇവിടെ തോൽപ്പിച്ച ഈ പെട്ടി തൂക്കികളാണ് ഈ നേതാക്കന്മാരെ. മണ്ഡലത്തിൽപ്പെടുന്ന ആളാണ് റാന്നി നിയോജക മണ്ഡലത്തിൽപ്പെട്ടത്, പത്തനംതിട്ട ജില്ലയില്. ഓക്കെ. ഇമാര് ഇത് ഈ കുറെ നേതാക്കന്മാരുടെ കുറെ പെട്ടി തൂക്കികൾ നടന്നുകൊണ്ട് അവന്മാരാണ് ഈ വൃത്തികെട്ട പരിപാടി എല്ലാം കാണിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും തീരുമാനപ്രകാരം പോയി കഴിഞ്ഞാൽ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫ് കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ക്ലിമിസ് ബാവ പറഞ്ഞ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങോട്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കൃപേഷിന്റെയും സജിത്ലാലിന്റെയും കൊന്നൊക്കെ ദിവസം പൊതുവേദിയും എല്ലാ മറ്റേ അന്തിച്ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരു സീറ്റുകാരൻ, അതും സജിത്ലാല് കൊലപാതക കേസിൽ പ്രതി വരുന്ന ആളാ. ഒരു വളരെ നിരപരാധ ചെക്കനെ കൊന്നു. 5 കൊല്ലം കഴിഞ്ഞിട്ട് 9 പേരെ കല്യാണം ശിക്ഷിച്ചിട്ടുണ്ട് കഠിന തടവിനെ. എന്നിട്ട് ഒരു ചർച്ച ഉണ്ടാവില്ല, ഒരു അന്തിച്ചർച്ച ഉണ്ടാവില്ല, ഒരു പൊതുവേദി ഉണ്ടാവില്ല. അത്ര എനിക്ക് പറയാനുള്ള. മറ്റു വിഷയങ്ങൾക്ക് ഞാൻ കിടക്കുന്നില്ല. അതിന്റെ ശിക്ഷാവിധി വന്നോ? അതൊരു കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയല്ലേ ഉള്ളത്? അല്ലല്ല, അവര് ശിക്ഷിച്ചു കഴിഞ്ഞു, വിധിച്ചു കഴിഞ്ഞു, വിധി വന്നു. ശരി, ഓക്കെ. അതങ്ങനെ ഏതെങ്കിലും ഒരു വിഷയമായി മാത്രം നമുക്ക് ഇല്ല. പ്രത്യേകിച്ച് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം ചർച്ചയൊക്കെ വരുന്ന വിഷയങ്ങൾ സ്വാഭാവികമായും അത്തരം പ്രാധാന്യം വരാറുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒന്നായി ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ മാത്രം ഉൾപ്പെടുത്തുക എന്നുള്ള രീതി സാധാരണ തുടരാറില്ല. ശ്രീ ബാബു ആണ് ആറ്റിങ്ങലിൽ നിന്നും ചേരുന്നത്. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ക്ലിമിസ് ബാവയുടെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാറേ, പ്രതിപക്ഷ നേതാവായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇരിക്കാൻ നല്ല യോഗ്യതയുള്ളതാണ് രമേശ് ചെന്നിത്തല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ നല്ല യോഗ്യതയുള്ള ഒരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. ഇപ്പോഴും ഇരിക്കേണ്ടത് രമേശ് ചെന്നിത്തലയായിരുന്നു. പക്ഷെ ആ പാവപ്പെട്ടവനെ തള്ളിയിടുകയാണ് ചെയ്തത്. പക്ഷെ യഥാർത്ഥം പറഞ്ഞാൽ ഒരാളിപ്പോ രാവിലെ തൊട്ട് കുളത്തിടയിൽ വന്ന് നോക്കിയിരിക്കും, ചൂണ്ടയിട്ടുകൊണ്ട് കുളത്തിലും തോട്ടിലും ഒക്കെ ഒന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കും. എന്താണ് അതിൽ കൊത്തനെ നോക്കിക്കൊണ്ടിരിക്കും വൈകിട്ടാകുമ്പോൾ വാർത്താ സമ്മേളനത്തിന്. അതേപോലത്തെ പ്രതിപക്ഷ നേതാവല്ല രമേശ് ചെന്നിത്തല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് ശ്രീ ശശിധരൻ കൂടി ചേരുന്നുണ്ടോ? വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, ഇന്ന് ക്ലിമിസ് ബാവ പറഞ്ഞ വാക്കുകൾ താങ്കൾ കേട്ട് കാണും. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്, പക്ഷേ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്ന്. താങ്കൾ ആ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ഇന്ന് സഖാവിന് വളരെ സന്തോഷമുണ്ട്. കാരണം കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ നല്ല ചിരിയുണ്ട് സാറിന്റെ പുറത്ത്. എന്താണ് മറ്റൊരു പാർട്ടികളെ വിമർശിക്കുമ്പോൾ അതേ ചിരിയില്ലേ? അതെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ 1-2 സ്ത്രീകൾ പറഞ്ഞില്ലേ നിങ്ങൾ ആരാന്നുള്ളൂ. ഓരോരുത്തരുടെ അവരവരുടെ അഭിപ്രായമല്ലേ പറഞ്ഞത്. ഓരോരുത്തർക്കും താങ്കൾക്ക് താങ്കളുടേതായ രാഷ്ട്രീയമുണ്ട്, അതിന്റെ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് താങ്കൾ ആ അഭിപ്രായം പറയും. അതുകൊണ്ട് താങ്കൾ അടുത്ത ദിവസം വിളിക്കേണ്ട അല്ലെങ്കിൽ താങ്കളെ കോള് കണക്ട് ചെയ്യേണ്ട നമ്മൾ തീരുമാനിക്കില്ലല്ലോ. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാം. പക്ഷം ചേർന്ന് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷം ചേർന്ന് പറയരുത്. ഒരു അവതാരകൻ നിഷ്പക്ഷനായിരിക്കണം. അങ്ങനെ ശ്രീ ശശിധരൻ, നമ്മൾ നിഷ്പക്ഷത എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോഴാണ്. ചില തെറ്റായ വിവരങ്ങൾ പറയുമ്പോൾ അതിലിടപെട്ട് സംസാരിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. 1 മണിക്കൂർ സംസാരിക്കുമ്പോൾ 40 മിനിറ്റോളം നിങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കേണ്ടപ്പോൾ ഇതുവരെ സംസാരിച്ച ഏതെങ്കിലും ആളുടെ അടുക്ക് അവർ സംസാരിച്ചതിനപ്പുറം എനിക്ക് ഇടപെടേണ്ടി വന്നില്ല. കൂടുതലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം അനുസരിച്ചാണെങ്കിൽ ആ തരത്തിലുള്ള അഭിപ്രായങ്ങളല്ലല്ലോ വന്നത്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നില്ലേ? ഞാൻ ആരുടെയെങ്കിലും അടുത്ത് ഇടപെട്ടോ? താങ്കളുടെ അടുത്ത് ഇടപെടേണ്ടി വരുന്നത് താങ്കൾ തുടക്കത്തിൽ തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ പറയും. ഇന്നലെ തന്നെ താങ്കൾ ഇടപെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രത്യേകം നോക്കി. 10-50 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആദ്യമായി ഒരു അഭിപ്രായം പറയുന്നത്. ഞാൻ 50 സെക്കൻഡോളം താങ്കൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടല്ലേ ഞാൻ പറയേണ്ടി വന്നു. അതല്ല, താങ്കൾ ഇന്നലെ ഇൻസൾട്ട് ചെയ്തില്ല ഒരിക്കലും. അങ്ങനെ ഒരു വാക്ക് ഞാൻ ചോദിക്കട്ടെ, കിരൺ വേദി പൊതുവേദിയിൽ കിരൺ അല്ലാണ്ട് ആര് വന്നാലും മറ്റു വിഷയങ്ങൾ അത് ഓരോരുത്തരും ഓരോ രീതിയല്ലേ. പിന്നെ ഞാൻ പറയാം, ഇത് വെക്കണം. ഈ ബാവയായാലും വെള്ളാപ്പള്ളി ആയാലും പിന്നെ ഞങ്ങളുടെ സുകുമാരൻ നായരായാലും ശരി, ഇവരാരും പറഞ്ഞ പോലെ അല്ല ഇവിടുത്തെ ഓട്ടർമാർ. ഇങ്ങയുടെ പുറകെ പോകുന്ന ചെന്നിത്തലയാണ് അവസാനം നാറാൻ പോണത്. നമുക്ക് കാണാൻ കളി. കാര്യം അതറിയാം. ഇതിപ്പോ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല കിരണേ. എന്തായിരുന്നു പിന്നെ ഈ ചെന്നിത്തല ഇരുന്നിട്ട് എന്ത് നേരത്തെ ഇവിടെ ഉണ്ടായ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നല്ലോ. നിങ്ങൾ തോറ്റുപോയില്ലേ? ചെന്നിത്തല ഇരുന്നപ്പോഴും തോറ്റുപോയില്ലേ? അങ്ങനെ ഉദ്യോഗസ്ഥാനത്ത് ഇരുന്നപ്പോഴും തോറ്റുപോയില്ലേ? പിന്നെ ഈ സതീശൻ വന്നിട്ട് എന്ത് പറ്റി? ഇവിടെ ഏത് ഇലക്ഷനാണ് തോറ്റത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ കോൺഗ്രസ്സുകാരാണെന്നും പറഞ്ഞ് കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുന്ന പലരും കോൺഗ്രസ്സുകാരല്ല. എല്ലൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണോ? ഞാൻ കോൺഗ്രസ് ഒന്നും അല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. ഇപ്പൊ ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്റെ ഉള്ളിൽ. പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റിന് വിരുദ്ധനാണ് ഞാൻ. ശരി, ഞാൻ ഇതിനു മുമ്പ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ആശയക്കാരൻ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പൊ ഇവിടെ നടപ്പാക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ കിരൺ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇന്നലെ പക്ഷെ അങ്ങനെ അല്ലല്ലോ, ആ വിഷയത്തിൽ അങ്ങനെ ഒരു കമ്മ്യൂണിസം ഒന്നും ഉള്ളിലുള്ള ആശയത്തിലല്ലല്ലോ ഇന്നലെ അഭിപ്രായം പറഞ്ഞത്. അല്ലല്ലല്ല, ഞാൻ പറയാൻ കാര്യം എന്തായിരുന്നു നമ്മൾ പറഞ്ഞ വിഷയം? ഞാൻ പറഞ്ഞ വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, എന്തായാലും പോട്ടെ. എന്തായാലും നമുക്ക് ഇന്ന് താങ്കൾക്ക് ആവശ്യം സമയം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും ചേരുന്നത്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ ബാവയുടെ അഭിപ്രായത്തെ കാണുന്നത്? കിരണേ, നമസ്കാരം. നമസ്കാരമുണ്ട്. ബാവ, ക്ലെമിസ് ബാവ എന്തടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ താഴെക്കിടയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരെ ബാവ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു പക്ക കോൺഗ്രസ്സുകാരനാണ്. ഞാൻ വ്യാപാരി കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പോ താഴെക്കിടയിൽ ഞങ്ങൾ ബൂത്തുകളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങൾ ഉറപ്പായിട്ട് പറയുന്നു, ഒരിക്കലും കോൺഗ്രസ്സുകാര് ഒരാൾ വിചാരിച്ചാൽ മറ്റൊരാളെ തോൽപ്പിക്കുവാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഒരാളെ സ്വാധീനിക്കാൻ 50 100 വോട്ടിൽ കൂടുതൽ ഒരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഞാൻ വ്യക്തമായി എപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നു പറയുമ്പോൾ ഞാൻ പറയാം അത് തെറ്റാ. കാരണം താഴെക്കിടയിൽ പ്രവർത്തിക്കാത്തവരാണ് പറയുന്നത്. ഇപ്പൊ ബാവ, ബഹുമാന്യനായ ക്ലെമിസ് ബാവ താഴെക്കിടയിൽ പ്രവർത്തിക്കാതെ മുകളിലുള്ള നേതാക്കളെ മാത്രം കാണുമ്പോഴായിരിക്കും സംസാരിക്കുന്നത്. ആ ബാവ അവിടെ നിന്ന് ഇറങ്ങി, പള്ളിയിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസ്സുകാരുടെ മനസ്സറിയണമെങ്കിൽ ഞങ്ങളുടെ ബൂത്തുകളിലും വാർഡുകളിലും ഡിവിഷനുകളിലും വരണം. അപ്പൊ അറിയാൻ പറ്റും. ഇനി എത്ര വലിയ നേതാവായാലും അയാൾക്ക് 100 വോട്ടിൽ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയില്ല, തോൽപ്പിക്കാനാണെങ്കിലും ജയിപ്പിക്കാനാണെങ്കിലും. അപ്പൊ ഒരാൾ വിചാരിച്ചാൽ തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ജയിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ബാവ അതറിയാതെയാണ് പറഞ്ഞത്. പിന്നെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ അതിപ്രസരമുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ലൈവായി കോൺഗ്രസിൽ പറഞ്ഞ നിൽക്കുന്നതല്ല. കോൺഗ്രസിൽ ഇപ്പോ ഒരു ഗ്രൂപ്പും ഇല്ല. ഇപ്പോൾ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, കോൺഗ്രസ് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു പ്രസ്ഥാനം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ അതിൽ ലൈവായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നേതാക്കളുടെ കുഴപ്പം കൊണ്ടല്ല തോറ്റത്, മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തോറ്റത് നേതാക്കന്മാരുടെ കുഴപ്പമൊന്നുമല്ല, ജനങ്ങളാണ് തീരുമാനം എടുത്തത്. കണ്ണൂരിൽ നിന്നും ശ്രീ ദാസൻ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ക്ലെമിസ് ബാവയുടെ അഭിപ്രായം കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെ എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അതിന് മുമ്പായിട്ട് ഒരു അഭിപ്രായം പറയാം. സ്ഥിരമായിട്ട് വിളിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകളായിട്ട് കിരൺ ബാബുവോട് ചിലപ്പോഴൊക്കെ പല ആൾക്കാരും, എനിക്ക് തോന്നുന്നത് കിരൺ ബാബു തീർത്തും ഒരു നിഷ്പക്ഷനായിട്ട് അനക്കുമല്ലേ. പക്ഷെ ചില ആൾക്കാർ ധരിക്കുന്നത് കിരൺ ബാബുവിന് രാഷ്ട്രീയം അനക്കറിയാം, ഒരു 2 വർഷം മാധ്യമ പ്രവർത്തനം അറിയാം. പക്ഷെ ഈ പരിപാടിയിൽ കിരൺ ബാബു കൃത്യമായിട്ടും നിഷ്പക്ഷനാണ്. എത്ര പ്രകോപനം ഉണ്ടായാലും തിരിച്ചുകൊണ്ട് നേരിടുന്നതാണ്. വളരെ ഇഷ്ടമാണ് നിങ്ങൾ ഈ അവതാരം രീതി. പക്ഷെ എന്തിനായി അനാവശ്യമായ നമ്മുടെ ഒരു കാര്യം വിളിക്കാൻ ഒരു നിസ്സാര കാര്യം എന്തിനായി നമ്മൾ വടക്കി പറയാൻ ശ്രീദാസൻ, അത് ഓരോ മനുഷ്യരും നമ്മൾ ഒരാൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അവരെ അടുത്ത ദിവസം വേണ്ടാന്ന് തീരുമാനിക്കുകയൊന്നും ചെയ്യാറില്ല. അത് ഓരോരുത്തരും അവരുടേതായ അഭിപ്രായം വരും. ചിലർക്ക് പാർട്ടി എന്നത് അവരുടെ ഒരു വൈകാരിക വിഷയമായിരിക്കും, ചിലർക്ക് ചില വിശ്വാസങ്ങൾ വൈകാരിക വിഷയമായിരിക്കും. അപ്പോൾ അവരൊക്കെ അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വൈകാരികമായി പോകും. ശരി, താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ എല്ലാ മനുഷ്യരും വ്യത്യസ്ത ആൾക്കാരില്ല. ഈ ബാബുവിന് വിഷയം പറയാം. ഈ ബാബ ഈ പാർട്ടിന്റെ കാര്യത്തിൽ ഇടപെട്ട അഭിപ്രായം പറയേണ്ടതിനില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം CPM-നെ പറ്റി എന്നാ പറയട്ടെ, ബാബുവിന് ഒരു മതഭേദദൃഷ്ടിയാണ്, സാധാരണ അച്ഛനല്ല, ഒരു മതപുരോഹിതൻ. ഇത്തരം കാര്യങ്ങളിൽ ആവുന്നത്രയും ഇടപെടാതിരിക്കുക. ഈ സ്കൂള്, അമ്പലം, പള്ളി ഇതിലൊക്കെ രാഷ്ട്രീയം കലർത്താതിരിക്കുക. ഇങ്ങനത്തെ ആൾക്കാർ ഇതിന് ഇടപെടാതിരിക്കുക. പിന്നെ കോൺഗ്രസ് സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് ശരിയാണ്. ഒരു 5-6 ആൾക്കാരുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി കുപ്പായം വെച്ച് ഇരിക്കുന്നത്. ഇവർക്ക് എന്നും തിരിഞ്ഞിട്ടില്ല. ഇതിപ്പോ കാര്യം ഇപ്പോൾ 2 വർഷം, എന്റെ അഭിപ്രായത്തിൽ ബലമായ അഭിപ്രായം 2 വർഷം മൂന്നാമത് ഇനിയും വരും. കാര്യം മുസ്ലിം സമുദായം ഇപ്പോൾ നിന്നിടയ്ക്ക് തന്നെ നിൽക്കുക. അവരെ ആശ്രയിച്ചിരിക്കും 2 വർഷം ഇടവോ പണ്ടോ തീരുമാനിക്കും. ഇപ്പൊ അവര് ആ നിന്ന സ്ഥലത്തിന് നിൽക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഇടയ മുരളി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഇടയ മുരളി, താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നത്? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, പിന്നെ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു 60% UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാര്യം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ച് ആരൊക്കെ മത്സരിക്കണമെന്ന് എടുത്ത തീരുമാനം നിയോജകമണ്ഡലങ്ങളിലേക്ക് വന്നപ്പോ ആ സ്ഥാനാർത്ഥികളുടെ ആ മണ്ഡലങ്ങളിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ തള്ളിക്കളയുകയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭൂരിഭാഗം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ മണ്ഡലം കേന്ദ്രങ്ങളിൽ ആ സ്ഥാനാർത്ഥിക്കെതിരെ വമ്പിച്ച പ്രകടനങ്ങൾ നടത്തി. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ മിക്ക ഘടകങ്ങളിലും തോറ്റുപോയത്.
40 സീറ്റിനകത്ത് ശരി. UDF ഒതുങ്ങേണ്ടി വന്നത്, കോൺഗ്രസ് ഒതുങ്ങേണ്ടി വന്നത് കോൺഗ്രസുകാരുടെ പ്രവർത്തകരുടെ പാളിച്ച കൊണ്ട് തന്നെയാണ്. അത് ശരിയായ ഒരു കാര്യമാണ്. അതൊരു ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട വിഷയമാണ്. ശരി. ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേർന്നുണ്ട് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിന്റെ പരാജയത്തിന് പലപ്പോഴും കാരണമാകുന്നത് കോൺഗ്രസുകാർ തന്നെയാണോ? തീർച്ചയായും കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമാകുന്നത് കോൺഗ്രസുകാരുടെ പടലപ്പിണക്കങ്ങളും പരസ്പരം തൊഴുത്തിക്കുത്തും ഒക്കെ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ ജനങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ എനിക്ക് ആ വിഷയത്തിൽ മറ്റൊരു വിഷയം കൂടി കൂട്ടിച്ചേർത്താണ് പറയാനുള്ളത്. അത് മാത്രമല്ല വിഷയം. കോൺഗ്രസ് താഴെത്തട്ടിൽ സാധാരണ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും സാധാരണക്കാരന്റെ വീട്ടിലൊരു നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ധാരാളം പ്രശ്നങ്ങളും കുടുംബ വിഷയങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ഞാനും രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഒരു കോൺഗ്രസ്സുകാരനും ഒരു പ്രദേശത്ത് നടക്കുന്ന വിഷയത്തെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു വിഷയം ഉണ്ടായാൽ അന്വേഷിച്ച് പോകുന്നതായിട്ട് ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള യാത്രാവേളയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ബൂത്ത് കമ്മിറ്റി തന്നെ അവർ തട്ടിക്കൂട്ടുന്നത് ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇലക്ഷന് ജയിക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെയാണ് എന്തൊക്കെ വിമർശനം പറയുമ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നമ്മൾ പറയുന്നത് മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ എടുക്കുകയും ചെയ്തു, സമാന്തര കോടതി എന്നൊന്നും പറയരുത്. അങ്ങനെയൊന്നും ഇടതുപക്ഷം ഒരു കുടുംബത്തിൽ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ അതിന്റെ മുതിർന്ന നേതാക്കളെയോ കണ്ട് അവിടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ശരി. എന്തായാലും താങ്കൾ ശ്രീ രാധാകൃഷ്ണൻ ഇടതുപക്ഷവും അങ്ങനെ ഇടപെടുന്നുണ്ട്. കോൺഗ്രസും ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത്ര ശക്തമായി കാണില്ല. കോൺഗ്രസ്സുകാരും അത്തരത്തിലേക്ക് താഴെത്തട്ടിലൊക്കെ ഇടപെടലുകൾ നടത്തുന്ന പാർട്ടി തന്നെയാണ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു തവണ ഒഴികെ ബാക്കി എല്ലാ തവണയും ഈ രണ്ട് പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മുന്നണികൾ തന്നെയാണല്ലോ അധികാരത്തിൽ വരുന്നതുമൊക്കെ. അവരും ആ തരത്തിലേക്കൊക്കെ നിന്ന പാർട്ടികളൊക്കെ തന്നെയാണ്. ശ്രീ അഭിലാഷാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ശ്രീ അഭിലാഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പറഞ്ഞോളൂ. ഈ പിള്ള പേരിനത് ക്ലീറ്റേഴ്സ് ബാബ ഒരു പിള്ള പേര് ക്ലീറ്റേഴ്സ് ബാബ. ഈ ബാബക്ക് എന്ന് പറയാനെടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഷർട്ട് ഊരണന്റെ കേസ് കിട്ടും, മറ്റേ ഈ ബാബക്കുള്ള കേസ് കിട്ടും. അവരവരുടെ കാര്യം നോക്കട്ടെ. കോൺഗ്രസ് എന്ന് പറയാനിടത്തില്ല. ഇന്ത്യൻ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ പതാക ഇതായിട്ട് ഇപ്പൊ ത്രിവർണ്ണ പതാക ഇല്ലേ. പിന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ പഠനം ഇത് ഒരു ഇപ്പൊ നിങ്ങളുടെ ന്യൂസ് 18 ചാനലിനകത്ത് എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരിക്കുക ആണല്ലേ സാറേ? വ്യത്യസ്തമായിട്ടുള്ള ഇത് വരുമല്ലോ കടന്ന്, അല്ലെങ്കിൽ പിന്നെ ഇതായിട്ട് വരും കടന്ന്. ഈ കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രം ഇതിനകത്ത് ഇതം കടന്ന്. ഇപ്പൊ നിത്യാവസാനങ്ങൾക്ക് വില കൂടി, ആർക്കും ചർച്ചയില്ല. പിന്നെ എന്താണ് പെട്രോളിനും ഡീസലിനും മറ്റേ വില കൂടി. അതിനകത്തൊന്നുമില്ല. കോൺഗ്രസിനെ കുത്താൻ വേണ്ടി മാത്രം ഇങ്ങനെ ഈ ചേട്ടൻ തന്നെയാണെന്നുണ്ടെങ്കിലും തിരികായിരുന്നു. ഇപ്പം ഞാനിപ്പോ കണ്ടിട്ടില്ലേ ഈ ഒരു 16 പ്രാവശ്യം കുത്തിയിട്ടാ കിട്ടുന്ന കിടന്ന്. കോൺഗ്രസ് കുത്താൻ തരുന്നില്ല. കോൺഗ്രസ് ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല. ഈ കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്ത് അല്ല ഇതൊക്കെ അഭിപ്രായം വേണ്ട. ഈ പറയാൻ നേരത്ത് കൊള്ളല്ലേ. ഇവിടെ പിന്നെ കോൺഗ്രസ് പിന്നെ ഭരണപക്ഷത്തിൽ ഇരുന്നുണ്ട്, പ്രതിപക്ഷത്ത് മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യും. അറിയാലോ, പുന്നപ്പറയും വയലാറും മാരായിക്കുളം ഉൾപ്പെടെ പിടിച്ചെടുത്താണ് മറ്റേ KC വേണുഗോപാൽ. ശരി. എന്തായാലും അങ്ങനെയൊക്കെ ലോക്സഭയിലേക്ക് വലിയ വിജയം നേടുമ്പോഴും കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് പറ്റിയില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതേ കെ സുധാകരൻ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. KPC പ്രസിഡന്റായ ശേഷം കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണെന്ന്. എന്തായാലും ശ്രീ വർഗീസ് കൂടി കൂത്താട്ടുകുളത്തൊന്നും ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തരത്തിൽ കോൺഗ്രസ്സുകാർ ചിലപ്പോഴെങ്കിലും കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസ്സുകാരെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ടോ? നേതാക്കന്മാരുടെ തമ്മിലടിയൊക്കെ ആ തരത്തിൽ ബാധിക്കാറുണ്ടോ? ശ്രീ സുരേഷ് ബാബു, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളതേ കോൺഗ്രസ്സുകാരല്ല. ഹലോ, TV മ്യൂട്ട് ചെയ്യാവോ? കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരല്ല. പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ NSS ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല നേരെ മുഖ്യമന്ത്രിയോട് പ്രഖ്യാപിച്ചു. അത് വലിയ കുഴപ്പമുണ്ടാക്കി. അതായത് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. അതിന് പകരം NSSന്റെ തലസ്ഥാനത്ത് നിന്ന് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയായിട്ട്. ഇപ്രാവശ്യം വീണ്ടും പ്രഖ്യാപിക്കുകയാണ് NSSന്റെ മകനായിട്ട്. ഇങ്ങനെ കുറെ ആളുകളാണ് ഇതിനെ തോൽപ്പിക്കുന്നത്. കോൺഗ്രസ്സുകാരല്ല തോൽപ്പിക്കുന്നത്. ഇങ്ങനെ കുറെ ആളുകൾ കയറി കളിച്ച് നശിപ്പിച്ച് കുഴപ്പാക്കാൻ വരികയാണ്. അവർ വലിയ ആവേശം ചെയ്യുകയാണ്. അത് അവര് സ്നേഹിച്ച് കൊല്ലിയാണ് കോൺഗ്രസിനെ. ഈ മോളിലുള്ള മതസംഘടനകൾ അവരാ കുഴപ്പക്കാർ. ശരി, ഓക്കെ. ശ്രീ പ്രദീപ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ പ്രദീപ്, ഇപ്പോൾ ക്ലിമീസ് ബാവയുടെ അഭിപ്രായം താങ്കളും കേട്ട് കാണും. കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്, പക്ഷേ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്നത്. അങ്ങനെ അദ്ദേഹം പറയാനുള്ള കാരണം
എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല ഘട്ടത്തിലായി ഉണ്ടായ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കവും നേതാക്കൾ തമ്മിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പരസ്യമായ പോരുമൊക്കെയാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? കിരൺ, ഈ പൊതുവേരി തുടങ്ങിയ രണ്ടാമത്തെ കോളർ ഞാനായിരുന്നു. ഞാൻ ഇന്ന് ഈ താങ്കളെ വിളിക്കുവാനുണ്ടായ കാരണം, ഇനി ഒരിക്കലും താങ്കൾ ഇതിൽ ആങ്കറായി വരുന്ന ദിവസം ഞാൻ ഈ പൊതുവേദിയിൽ അറ്റൻഡ് ചെയ്തില്ല. അത് എന്റെ വ്യക്തിപരമായ ഇഷ്ടം, അത് താങ്കളെ ബാധിക്കുന്നതുമല്ല. കാര്യമല്ല. തീരുമാനമെടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. താങ്കളോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇന്നലെ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലെ ഒട്ടകത്തിന്റെ ഷേക്ക് ഉണ്ട്, അയാൾ എന്റെ പേരെടുത്ത് പറഞ്ഞപ്പോ താങ്കൾ എന്തുകൊണ്ട് അയാളോട് പേര് പറഞ്ഞതായി ഞാൻ കേട്ടില്ല. അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. കൊല്ലത്തെ ഷാജി വിളിച്ചിട്ട് എന്റെ പേര് പറഞ്ഞപ്പോ താങ്കൾ എന്താ മിണ്ടാത്തെ? ആരുടെയും പേര് പറഞ്ഞില്ല. മുമ്പ് പറഞ്ഞ ആൾ എന്നുള്ളതല്ലാതെ ആരുടെയും പേര് പറഞ്ഞ് ഒന്നും പറഞ്ഞില്ല. താങ്കൾക്കെതിരെ മോശമായിട്ട് തന്നെ പറഞ്ഞു. താങ്കളൊന്ന് റീവൈൻഡ് ചെയ്ത് കേട്ടു നോക്കൂ. അതേപോലെ തന്നെ ഞാൻ പൊതുവേദിയിൽ ഞാൻ വിളിക്കുന്നത് എന്റെ അഭിപ്രായം പറയാനാണ്. താങ്കളെ ഞാൻ പറയുന്നതിന് മുമ്പേ എല്ലാം കൂടെ എന്റെ വായിൽ തട്ടിത്തരിക, താങ്കളങ്ങ് തീരുമാനിക്കുക, അങ്ങനെയുള്ള ഒരു പരിപാടി കേൾക്കുന്നത് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടം. ഒരു ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വയ്ക്കുന്നു, ഞാൻ പറഞ്ഞോട്ടെ. ഞങ്ങളെല്ലാം വന്നിട്ട് ഒരുപാട് പേര് ഇതിൽ വിളിക്കുന്ന 99% പേരും ഈ വേറെ പണിയില്ലാത്തോണ്ടല്ല, ഞങ്ങളുടെ മനസ്സിനകത്ത് തോന്നുന്ന ശരി തെറ്റുകളാണ് താങ്കളോട് പറയുന്നത്. അത് താങ്കൾ കേട്ടതിന് ശേഷം താങ്കൾ പ്രതികരിക്കൂ. താങ്കൾ അതല്ല ചെയ്യണം, തലവഴി തട്ടിത്തരുന്നു. ഇറ്റ്സ് ഓക്കെ, അത് താങ്കളുടെ ഇഷ്ടം. താങ്കളുടെ വ്യൂസ് ഒന്ന് നോക്കൂ, താങ്കൾ നടത്തുമ്പോഴും മറ്റുള്ള ആൾക്കാർ നടത്തുമ്പോഴും. എനിവേ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. ശരി, എന്തായാലും പ്രദീപ്, അങ്ങനെ പ്രദീപിന്റെ അഭിപ്രായം വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ഒക്കെ പ്രദീപിന് ചെയ്യാം. എന്തായാലും പ്രദീപ് ഇന്നലെ പറഞ്ഞ അഭിപ്രായം അത് ഒന്നുകൂടി കേട്ടു നോക്കിയാൽ താങ്കൾക്ക് ബോധ്യപ്പെടും താങ്കൾ എന്ത് അഭിപ്രായമാണ് ഇന്നലെ പറഞ്ഞതെന്ന്. ആ അഭിപ്രായത്തിലെ തെറ്റുണ്ടായിരുന്നു. ആ തെറ്റ് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു അവതാരകൻ എന്ന നിലയ്ക്ക് എൻ്റെ കടമയാണ് എന്നതുകൊണ്ടും അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായ മാധ്യമപ്രവർത്തനത്തിൽ ബോധ്യമുള്ളതുകൊണ്ടും തെറ്റായ ഒരു വിവരങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് പറയുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. താങ്കൾക്ക് തന്നെ കേട്ടു നോക്കാം. താങ്കൾ ഇന്നലെ ചൈനയടക്കം ഉദാഹരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അന്നേരം എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത്, ഏത് ഭാഗത്താണ് രക്തസാക്ഷികൾ കൂടുതൽ, അത് കൃത്യമായി തന്നെ കണക്കുകളൊക്കെ ഇപ്പോൾ ഓൺലൈനിലടക്കം ഇൻ്റർനെറ്റിലടക്കം ലഭ്യമാണ്. അത് പരിശോധിക്കാനൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷേ അതൊന്നും താങ്കൾ പറയുന്നില്ല. താങ്കൾ സ്ഥിരമായി സംസാരിക്കുകയും ഇത്തരത്തിലേക്കൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ഇനിയായാലും മറ്റൊരാളായാലും അങ്ങനെ പറഞ്ഞാൽ ആ തരത്തിൽ ഇടപെടേണ്ടി തന്നെ വരും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ശ്രീ വിക്രമനാണ് അടൂരിൽ നിന്നും ചേരുന്നത്. ശ്രീ വിക്രമൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇത് കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്, അത് യാതൊരു തർക്കവുമില്ല. കാരണം പിന്നെ സംസ്ഥാന നേതാക്കന്മാർ മുതൽ പിന്നെ അവരുടെ ബൂത്ത് തരം വരെയുള്ള നേതാക്കന്മാർ ഈ അങ്ങോട്ട് പരസ്പരം തൊഴിൽ കുത്തുന്നതുകൊണ്ടാണ് അവർ തോക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മതമേലധ്യസ്ഥന്മാരെ ഈ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. കഴിഞ്ഞ ദിവസം ചെന്നിത്തല ഉയർത്തി സുകുമാരൻ നായർ വെള്ളം ഇടപെടുന്ന ഈ രാഷ്ട്രീയത്തിൽ മത നേതാക്കളെ ഇടപെടാതിരിക്കട്ടെ. അതില്ലേ രാഷ്ട്രീയത്തിൽ പറഞ്ഞ് അപ്പൊ പരിപാടിക്ക് പോട്ടെ, അവരുടെ മതത്തെ നോക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു തെറ്റ് പറയുമ്പോൾ തെറ്റ് തിരുത്തുന്ന പിന്നെ സാറ് തിരുത്തി തരുന്നത് നല്ലതാണ്. കാരണം ഞാൻ തെറ്റ് പറയുന്നത് തിരുത്തേണ്ടത് സാറിന്റെ കടമയാണ്. അതിനിപ്പോ സാറിനൊരു ദേഷ്യപ്പെട്ടിട്ടോ മറ്റൊരു കാര്യമില്ല. അതാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ശരി, ഓക്കെ. എന്നാലും സ്വാഭാവികമായി നമുക്ക് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ചില അഭിപ്രായങ്ങൾ തെറ്റായ ഇൻഫർമേഷൻസ് വരുമ്പോൾ നമുക്കത് തിരുത്തേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂടി അറിഞ്ഞുകൂടാത്ത വിഷയമാണെങ്കിലാണ് ചിലപ്പോൾ അത് വിട്ടുപോകുന്നത്. ശ്രീ സന്തോഷ് കുമാറാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് ചേരുന്നത്. ശ്രീ സന്തോഷ് കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കോൺഗ്രസ്സുകാർക്ക് പരാജയം സംഭവിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ ഈ പരസ്പരമുള്ള തൊഴുത്തിൽ കുത്തുകൊണ്ട് അത്തരം അവയുടെ ഒരു വിമർശനം അതുകൂടി കണ്ടുകൊണ്ടാവണം. ആ വിമർശനത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഉൾക്കൊള്ളും. സാറ് നമസ്കാരം. സാറിന് വൈകുന്നേരത്തോടെ നമസ്കാരം. പിന്നെ സാർ ആങ്കറായിരിക്കണം, ഇനിയും വരണം, ഇതുപോലെ കണക്ഷൻ കിട്ടണം. എനിക്ക് സംസാരിക്കും സാറിനോട്. സാർ നല്ല ആളാണ് എന്റെ അഭിപ്രായത്തിൽ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. അത് നമുക്ക് എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ രീതി ഏറ്റവും നല്ല രീതിയാണ്. എനിക്ക് പ്രശ്നം വേറെ ആളെ ആരും ഇഷ്ടമില്ല, നിങ്ങളെ വിളിക്കില്ല, അതൊക്കെ പറയണ്ടോ, അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്റെ കാഴ്ചയിൽ നിങ്ങൾ ഇനിയും വരണം, നിങ്ങൾ തന്നെ വരണം. പറഞ്ഞോളൂ. പിന്നെ സാറേ, ഈ 60 വർഷം 65 വർഷം ഈ ഇന്ത്യ ഭരിച്ച് ഇത്രയും നശിപ്പിച്ച് മുടിപ്പിച്ച് വെച്ചിട്ട് ഇനി വേറെ പാർട്ടികൾ ഭരിക്കെടുക്കാറ്. ഇപ്പൊ കേരളത്തിൽ തമിഴ്നാട് തെക്ക് ഇന്ത്യയിലേ ഉള്ളൂ. അരക്കട്ട് ഇവിടെ കിടക്കണം. പലവരെയൊക്കെ കൂട്ടുപിടിച്ചല്ലേ ഈ കോൺഗ്രസ് കയറി പോണത്. കേന്ദ്രം കോൺഗ്രസിന്റെ കയ്യിൽ കിട്ടാൻ നോക്കണം. ഇത് ഇന്ത്യയുടെ അധോഗതിയാണ്, വേറൊന്നുമല്ല. നമ്മളും പല നാട്ടിൽ വടക്കേന്ത്യയിൽ മൊത്തം ജീവിച്ച് നമുക്കറിയാം. ഈ കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കാൻ ഇന്ത്യയുടെ പേരെ കിട്ടൂല. അത് കേരളത്തിൽ ഇനിയും നമ്മൾ LDF, ഞാൻ പൊതുവെ LDF എന്ന പാർട്ടി പറയില്ല.
LDF തന്നെ പിന്നെയും വരും. പക്ഷെ കോൺഗ്രസ് ഒരിക്കലും പറ്റില്ല. കോൺഗ്രസ് ഇന്ത്യ ശരി, ഭരിക്കുകയാണെങ്കിൽ ഓക്കെ. ഇന്ത്യയുടെ താങ്കളുടെ അളവ് വരും. എനിക്ക് പറയാം, എന്റെ അഭിപ്രായം. വ്യക്തമാണ്. ശ്രീ എറണാകുളത്ത് നിന്നും ശ്രീ വർഗീസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ക്ലിമിസ് ബാവയുടെ ഈ അഭിപ്രായ പ്രകടനത്തെ കാണുന്നത്? ഞാൻ വളരെ വിദഗ്ധമായിട്ടാണ് കാണുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസുകാർക്ക് പോലും സാധിക്കില്ല. കാരണം ഇത്തവണ ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്യും. ആർക്ക്? കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഭരണം കണ്ട അവർ മടുത്തേക്കുക. ഇപ്പോഴത്തെ അതുപോലെ തന്നെ KPCC നേതാവ് കെ മുരളീധരൻ, അതുപോലെ തന്നെ VD സതീശൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ, MM ഹസൻ, കെ മുരളീധരൻ, ഇങ്ങനെയൊക്കെ നല്ല അച്ചുതണ്ടാണ്. ഈ അച്ചുതണ്ടിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അനായാസം ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആരെന്ത് വിചാരിച്ചാലും കോൺഗ്രസിനകത്ത് ഗ്രൂപ്പില്ലാത്ത കാര്യം. രണ്ടാമത് ഇപ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇവിടെ ജയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല തന്നെ വരട്ടെ. അടുത്ത 5 വർഷത്തേക്ക് VD സതീശന് അവസരമുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. വ്യക്തമാണ്. ശ്രീ അജിത് ബോസ് കൂടി ചേരുന്നുണ്ട് കുട്ടനാട് നിന്നാണ്. ശ്രീ അജിത് ബോസ്, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ ഈ അഭിപ്രായത്തെ കാണുന്നത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് കാലാകാലങ്ങളിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉള്ളതല്ലേ? ഗ്രൂപ്പ് ഉണ്ടല്ലോ. കാരണം ഈ അമിതമായ ഗ്രൂപ്പുകൾ കാരണം പ്രാദേശികമായ പഞ്ചായത്ത്, ബ്ലോക്ക് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തോൽക്കുന്ന ഈ ഗ്രൂപ്പിന്റെ അതിപ്രസരം കൊണ്ടാണ്. കാരണം മത്സരിക്കുന്ന എല്ലാവർക്കും പ്രസിഡന്റ് ആകണം. ഒരു വാർഡിൽ പോലും, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഈ വാർഡിൽ മത്സരിക്കുമ്പോൾ പോലും, പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ പോലും സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന മുമ്പേ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെയാണ് ഇവർ പ്രഖ്യാപിക്കാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മത്സരിക്കേണ്ടി വരുന്നു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഒട്ടനവധി പഞ്ചായത്തുകൾ. കോൺഗ്രസ് പ്രവർത്തകനാണോ? അതെ അതെ. ശരി, കോൺഗ്രസിന്റെ സജീവമായ പ്രവർത്തകനാണോ? അതെ അതെ. കാരണം ആലപ്പുഴ ജില്ലയിലെ ഒട്ടനവധി പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടാണ് പോയിരിക്കുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫ് ആണ് ചേരുന്നത്, ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ക്ലിമിസ് ബാവയുടെ ഈ വിമർശനത്തെ അല്ലെങ്കിൽ മുന്നറിയിപ്പിനെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം സാറേ. ബാവയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബാവ പറഞ്ഞതിൽ 2 രീതിയിൽ എനിക്ക് യോജിപ്പാണുള്ളത്. 2 രീതിയിൽ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഒന്നാമത്തെ രീതി, സ്ഥാനാർത്ഥി മോഹികൾ റിബലായിട്ട് നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊച്ചി തന്നെ. കൊച്ചി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ 2 ശക്തി കേന്ദ്രത്തിൽ 2 പ്രാവശ്യം തുടർച്ചയായി LDFയോട് ജയിച്ചത്. ആദ്യത്തെ പ്രാവശ്യം റിബൽ എന്ന ചെല്ലാനത്തുകാരൻ സ്ഥാനാർത്ഥിയായി നിന്നതിന്റെ പുറമെ ശക്തമായ വോട്ട് കോൺഗ്രസിന്റെ പോയി. അവിടെ LDF ജയിച്ചു. തുടർന്ന് ഭരണത്തിൽ അദ്ദേഹത്തിന് പ്രവൃത്തി കൊണ്ട് വീണ്ടും LDFന് അവിടെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റി. ഒന്ന്. അപ്പൊ റിബൽ ഒന്ന്. രണ്ടാമത്, ക്രിസ്ത്യൻ പള്ളിയിൽ ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് പോലും പോവാത്ത ക്രിസ്ത്യാനികൾ പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ രൂപ മേടിക്കാൻ വന്ന പോലെ ഇലക്ഷൻ സമയത്ത് ബൂത്തിലിരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്ന കതർധാരികൾ ബൂത്തിൽ വന്നിരിക്കും. ഈ വോട്ടർ പട്ടിക പഠിക്കാതിരിക്കുകയും വോട്ടർ പട്ടികയിലെ ഓരോ വോട്ടർമാരെ പഠിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ലീഡർ, കേരളത്തിലെ ലീഡർ എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. താങ്കൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബൂത്തിൽ ഇരിക്കുന്ന ആളുകൾ, ഏറ്റവും താഴെ തട്ടിലിരിക്കുന്ന ആളുകൾ വോട്ടർമാരെ തിരിച്ചറിയുക എന്നുള്ളത് ഏത് പാർട്ടിയെ സംബന്ധിച്ചും വോട്ട് സമാഹരിക്കാൻ ഏറ്റവും പ്രധാനമാണ്. ഞാൻ പറഞ്ഞില്ല സാർ, തീർന്നില്ല. ഞാൻ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും കേൾക്കാൻ വേണ്ടിയാണ്. ബൂത്തിലിരിക്കാൻ അന്നത്തെ ദിവസം കയറി വരും. ബൂത്ത് ശരി, താങ്കളുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. അപ്പോ ഈ ബൂത്തിലിരിക്കുന്നവൻ കൃത്യമായി വോട്ടർ പട്ടിക പഠിക്കാത്തതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലീഡറിന്റെ മകള് പത്മജ വേണുഗോപാല് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ കള്ളവോട്ട് ചെയ്തു. ഈ കള്ളവോട്ട് ആണെന്ന് കോൺഗ്രസുകാരൻ തിരിച്ചറിയുന്നില്ല. അയാൾ ചിക്കിടാൻ മാത്രമേ വന്നിരിക്കുന്നുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. ഏത് പാർട്ടിയെ സംബന്ധിച്ചും അടിസ്ഥാനപരമായി ആ ബൂത്തിലിരിക്കുന്നവർ തന്നെയാണ്, മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവരാണ് പാർട്ടിയെ ജയിപ്പിക്കേണ്ടത്. ശ്രീ MC മണി കൂടി ചേരുന്നുണ്ട് ഷൊർണൂരിൽ നിന്നും. ശ്രീ MC മണി, താങ്കൾ എങ്ങനെയാണ് ഈ ക്ലിമിസ് ബാവയുടെ അഭിപ്രായത്തെ കാണുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയം, കോൺഗ്രസ് പരാജയപ്പെടുന്നതിന് കാരണം കോൺഗ്രസുകാർ തന്നെയാണോ? അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ജനങ്ങളാണ് ഇവരെ തോൽപ്പിക്കുന്നത്, ജയിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സജീവ പ്രവർത്തകരുടെ വോട്ട് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കുന്നില്ല.
ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗങ്ങളല്ലാത്ത പൊതുരംഗത്ത് നിൽക്കാത്ത കുറെ ജനങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇവരുടെ വോട്ടുകളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത്. ശ്രീ അദ്ദേഹം പറഞ്ഞതിനകത്ത് മറ്റു തരത്തിൽ കണ്ടാൽ കേരളത്തിൽ ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം കുറവാണ്. അപ്പോൾ കിട്ടേണ്ട എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ കഴിയണമെങ്കിൽ എല്ലാ താഴെത്തട്ടടക്കം പ്രവർത്തകർ വേണം. നേതാക്കളുടെ ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ജയിക്കുകയും തോൽക്കുകയും ചെയ്യാവുന്ന 1000 വോട്ട് 2000 വോട്ടൊക്കെ മറിഞ്ഞാൽ തോൽക്കുകയും ജയിക്കാൻ കഴിയുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ ജയസാധ്യതയെ ബാധിക്കില്ലേ? അല്ല, എന്നാലും ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. സ്വാതന്ത്ര്യ സമ്പാദന ശേഷം തുടർച്ചയായി 30 കൊല്ലത്തിലേറെ കാലം ഇന്ത്യ മഹാരാജ്യം അടക്കി ഭരിച്ചതാണ്. കാരണം പ്രതിപക്ഷം ചോദ്യം ചെയ്യാനൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവർക്കിവിടെ ഈ സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥിതിയുടെ 1 ഇഞ്ച് പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അവർ ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. ജനങ്ങൾ അവരെ വലിച്ചെറിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. കാരണം ഈ 30 വർഷത്തിലേറെ കാലം ഒരു രാജ്യം മുഴുവൻ ഭരിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തിലകൻ കൂടി ചേരുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് ക്ലിമിസ് ബാവയുടെ അഭിപ്രായത്തെ കാണുന്നത്? ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, തിരുവനന്തപുരത്തെ ക്ലിമിസ് ബാവ പട്ടം സെന്റ് മേരീസിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹത്തെ കാണാൻ വന്ന കെ സുധാകരനോട് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്, കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്ന്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ തമ്മിലടി കണ്ടായിരിക്കുമോ അദ്ദേഹം അത് പറഞ്ഞത്? ഇന്നത്തെ വിഷയമടക്കം 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കിരൺ. അതിലൊരു കാര്യം, നമ്മള് ഇന്ത്യൻ പൗരന്മാര് ഈ കേരളത്തിൽ ജീവിക്കുന്നു. ആ കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മള് വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്നു ഇന്ത്യൻ പൗരന്മാരായി തന്നെ. ഇവിടെ ഗൾഫ് നാടുകളിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രവാസികൾ അവിടെ പോകുന്നു, അവർ അയച്ചു തരുന്ന പണമാണ്. ഞാനൊരു പ്രവാസിയാണ്. ഇവിടെ ഒരു അമേരിക്കൻ പൗരൻ വന്ന് ഇന്ത്യൻ പൗരന്മാര് ഗൾഫിൽ പോകുന്നത് ഒട്ടകത്തിന്റെ ഷെയ്ക്കാണ് പോലും. ഈ അമേരിക്കൻ പൗരന് എന്ത് അധികാരമാണ് ഇന്ത്യൻ പൗരന്മാരെ കളിയാക്കാൻ? ഈ രാജ്യത്തെ പ്രവാസികളെ കളിയാക്കാൻ അയാൾക്ക് എന്ത് അധികാരമുള്ളത്? അതിനെ നിങ്ങൾ ഗണ്ണിക്കണ്ടേ? നിങ്ങളൊരു ഇന്ത്യൻ പൗരനല്ലേ? അങ്ങനെ അമേരിക്കൻ പൗരന്മാർ വന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ടി വിയിൽ വിളിച്ചിട്ട് ഇന്ത്യൻ പൗരന്മാരെ ഇതുപോലെ പ്രവാസികളെ നാണം കെടുത്തുന്ന വിളിയാണോ വിളിക്കേണ്ടത്? അപ്പൊ അയാൾ എന്തൊക്കെ വിളിക്കണം, എന്തൊക്കെ പറയണം? അതൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ ഓരോ മനുഷ്യർ അവരവരുടെ രീതി അനുസരിച്ച് ഓരോന്ന് പറയുന്നില്ലേ. ചില കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടാനാണെങ്കിൽ നമുക്ക് ആളുകളെ സംസാരിക്കാനേ ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്റെ രോഷം ഞാൻ പ്രകടിപ്പിച്ചാണ്. ഒരു ഇന്ത്യൻ പൗരനെ ഒരു അമേരിക്കൻ പൗരൻ ഇവിടെ വന്ന് അങ്ങോട്ട് അമേരിക്കൻ പൗരനാണോ എന്നൊന്നും എനിക്കറിയില്ല. അതെ, ചോദിച്ചു നോക്കാം. അമേരിക്കൻ പൗരൻ അദ്ദേഹം തന്നെ അമേരിക്കയിലെ ഈ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ടൈക്കൂൺ ആണെന്നാണ് ഇവിടെ വന്ന് എല്ലാപ്പോഴും പറയാറുള്ളത്. ഇനി രണ്ടാമത്തെ വിഷയം, അതായത് നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുത്ത വിഷയം ശരി, ഞങ്ങൾ അതിന് മറുപടി പറയും. ഞങ്ങൾ ഒരു വിഷയം എടുത്താലും അതിനകത്ത് ഒളിച്ചോടുന്നവരല്ല. ഇവിടെ പേരിയയുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ദിവസം ചർച്ച ചെയ്തു, വിഷയമല്ലാത്തതിൽ പോലും ചർച്ച ചെയ്തു. ഇന്ന് റിജിത്തിന്റെ മരണവുമായി കൊലപാതകവുമായി ആ 9 RSS പ്രവർത്തകരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് പറഞ്ഞ ശിക്ഷ ഇനി 2-3 ദിവസം വിധിക്കാൻ പോകുന്നത്. അവരെ പറ്റി ചർച്ചയ്ക്ക് എടുത്തില്ലെന്ന് കിരണിനോട് ചോദിച്ചപ്പോൾ അത് രാഷ്ട്രീയം അതിന് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ശിക്ഷ പുള്ളി അദ്ദേഹം പറഞ്ഞത് ഇന്ന് അവരൊക്കെ ശിക്ഷ വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ശിക്ഷ വന്നായി ഞാൻ ഈ പൊതുവേദിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പും കണ്ടിരുന്നില്ല. അടുത്ത ദിവസത്തേക്കാണ് ശിക്ഷ വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ശിക്ഷ ജനുവരി 7-നാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അത് ഇതുകൊണ്ടാണ് നിങ്ങൾ CPM-കാരുടെ ഭാഗത്തു നിന്ന് ഒരു പിഴ പറ്റിക്കഴിഞ്ഞാൽ ആ പിഴയെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ദിവസങ്ങളോളം ചർച്ച നടത്തുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ നിങ്ങളോട് എന്തെങ്കിലും അങ്ങനെ വന്നിട്ടില്ല ശ്രീ ദീപു. നമ്മൾ അതിന് ശിക്ഷാവിധി വന്നപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് പെരിയ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാൾ മരിക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഒരാൾ മരിക്കുന്നത് ചെറുതും വലുതുമല്ല ആണ്. പക്ഷെ ചില വാർത്തകൾക്ക് വലിയ പ്രാധാന്യം വരാറുണ്ട്. ഇവർക്കും അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്. വെള്ളരിപ്രാവുകളായി വന്നവരാരും ഇന്ന് അതിനെപ്പറ്റി ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ. എന്തേ വെള്ളരിപ്രാവുകൾക്ക് ഇന്ന് ഇവിടെ വന്നിട്ട് ഇതിനെപ്പറ്റി ഒരു വിഷമം പറയാതിരിക്കാൻ? ഈ വിഷയത്തിൽ ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയമില്ലേ, ഞങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായി എപ്പോഴും ഉള്ള സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ അത് പറഞ്ഞിരിക്കും. ഇനി ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞ രമേശ് ചെന്നിത്തല ഇവിടെ പോകുന്നു, എവിടെ പോകുന്നു? നമ്മുടെ NSSന്റെ അവിടെ പോകുന്നു, വെള്ളാപ്പള്ളിയുടെ അവിടെ പോകുന്നു, മുസ്ലിം സംഘടന അടുത്ത് പോകുന്നു. മറ്റേ സതീശനെ ഇവിടെ നമ്മുടെ തിരുവല്ലയിലെ മണപ്പുറത്ത് വിളിക്കുന്നു, മറ്റുള്ള എല്ലാവിടെയും പോകുന്നു. ഞാൻ ഇന്നവിടെ പോകുന്നുണ്ട്, അന്നവിടെ പോകുന്നുണ്ട്, മറിച്ചവിടെ പോകണമെന്ന് സതീശൻ തന്നെയാണ് പറയുന്നത്. രമേശ്
ചെന്നിത്തല പോകുന്നതിന്റെ അന്ന് രാവിലെ തന്നെ അതേ സമയത്ത് ഒരു നനഞ്ഞ പടക്കം ആരോപണവുമായിട്ട് വരുന്നു. തൊട്ടപ്പുറത്ത് കുഴൽനാടൻ വേറൊരു ആരോപണം. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇവന്മാരുടെ അന്തഃചിത്രം എന്താണെന്നുള്ളത്. ഇവിടെ സുധാകരൻ അപ്പൊ അതിന്റെ അടുത്ത് എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ, എങ്കിൽ പിന്നെ ഇവിടെ കയറി പോയേക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കോൺഗ്രസ് അവിടെ സുധാകരനോടൊപ്പം ഈ അച്ഛൻ എന്ത് അധികാരമാണ് ഉള്ളത്? അതോടെ പറയേണ്ട കാര്യം തോന്നുന്നു. ശ്രീ ഉണ്ണിയാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശ്രീ ഉണ്ണി, താങ്കൾ എങ്ങനെയാണ് ഈ ക്ലിമിസ് ബാവയുടെ അഭിപ്രായത്തെ കാണുന്നത്? ഈ അഭിപ്രായത്തിൽ കേരളത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു സന്ദേഹമാണ്. അത് കോൺഗ്രസ് ഒരു പ്രതീക്ഷയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നാടിന്റെ. പിന്നെ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിലുള്ള ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പം ഒന്നാം പിണറായി സർക്കാർ വന്നു, രണ്ടാം പിണറായി സർക്കാർ വന്നു. ഇന്ന് മുതലെടുക്കാൻ പറ്റുന്നല്ലോ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ വിവാദങ്ങൾ വന്നു. ഈ വിവാദങ്ങൾ വന്നതിന് ശേഷം പോലും ഇവരൊക്കെ തന്നെ ഇപ്പം സുധാകരനാണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും ഇവരൊക്കെ സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുമ്പോഴത്തേക്കും ഒരു നാടിന്റെ പ്രതീക്ഷ ഇപ്പം ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഈ 2019 തെരഞ്ഞെടുപ്പ്, പിന്നെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ട് പോലും കേരളത്തിൽ ആ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഈ ഗ്രൂപ്പിന്റെ വിഷയം തന്നെയാണ്. എന്തൊക്കെയോ വിവാദം വന്നു. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫ് കൂടി ചേരുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ ജോസഫ്, ബാംഗ്ലൂരിൽ നിന്ന് താങ്കൾ കേരള രാഷ്ട്രീയത്തെ കാണുമ്പോൾ എങ്ങനെയാണ്? താങ്കൾ ദീർഘകാലമായി ബാംഗ്ലൂരിൽ തന്നെ ഉള്ള ആളാണോ അതോ കേരളത്തിൽ നിന്ന് അടുത്ത കാലത്ത് പോയ ആളാണോ? ഞാൻ ഒരു 50 വർഷമായിട്ടുള്ള ആളാണ്. നമസ്കാരം. എന്നാലും കേരള രാഷ്ട്രീയം തൊട്ടടുത്ത് നിന്ന് തന്നെ കാണുന്നുണ്ടല്ലോ. അല്ല, എന്റെ ഒരു പ്രൊഫൈലും ചെറുതായിട്ട് ഞാൻ പറഞ്ഞോട്ടെ, അനുവദിച്ചാല്. ശരി, പെട്ടെന്ന് പറയണം. ഞാൻ യൂത്ത് കോൺഗ്രസിൽ, ബാംഗ്ലൂർ സിറ്റി യൂത്ത് കോൺഗ്രസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ആയിട്ട് 15 വർഷക്കാലവും KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് 4 വർഷക്കാലവും സേവനം ചെയ്തിട്ട് രാജിവെച്ച, പാർട്ടിയിൽ നിന്നുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച ഒരു വ്യക്തിയാണ്. താങ്കൾ രാജിവെക്കാൻ ഇത്ര വലിയ സ്ഥാനങ്ങളിൽ നിന്നിട്ടുണ്ട്? അത് കാരണം ഞാൻ എപ്പോഴും PCC നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്നെക്കാട്ടിൽ മുതിർന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബോർഡ് മെമ്പർ, ചെയർമാൻ സ്ഥാനവും മറ്റും കൊടുക്കുക, എന്റെ പേര് പരിഗണിക്കരുത് എന്ന് ലെറ്റർ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ശരി, ഓക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അത്യപൂർവമായ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമേ ആ തരത്തിലേക്കൊക്കെ പെരുമാറാറുള്ളൂ. ഇനി ഈ ചോദ്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഈ കോൺഗ്രസ്സുകാർ റീസെന്റ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു പാലക്കാട്ട് എനിക്ക് അവസരം തന്നില്ല, വർക്ക് ചെയ്യാൻ അവസരം തന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ കുറച്ചു കാലം മുമ്പ് മുരളീധരൻ ഏതോ ഒരു പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ല. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് എനിക്ക് മുട്ടായി തന്നില്ല, അത് തന്നില്ല, ഇതെന്ന് 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ പറയുന്നവരുള്ള ഡയലോഗുകളാണ് ഇവർ പറയുന്നത്. സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ എടുത്തിയാട്ടം അവര് മനസ്സിലാക്കേണ്ടത്, സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞ് 3 ദിവസം പാർലമെന്റ് സ്തംഭിച്ചത് അന്ന് അവർ വേണ്ടെന്ന് പറഞ്ഞു. അവർ മൻമോഹൻ സിംഗിന് കൊടുക്കാൻ പറഞ്ഞു. ഈ രാഹുൽ ഗാന്ധിക്ക് 1ാം UPAയിലും 2ാം UPAയിലും പ്രധാനമന്ത്രി സ്ഥാനം വേണം കിട്ടിയേനെ, അല്ലെങ്കിൽ ഏത് ക്യാബിനറ്റ് റാങ്ക് പുള്ളിക്ക് എടുക്കാമായിരുന്നു. അങ്ങനെ അത് എടുത്തില്ല. ഇതൊക്കെ ഇവർക്കൊരു ബാലപാഠമാണ്. അല്ലാതെ എല്ലാവർക്കും മന്ത്രിസ്ഥാനം വേണം, മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ഈ ശരിക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസ്. ശ്രീ മിനി കൂടി ചേരുന്നുണ്ട് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ക്ലിമിസ് ബാവയുടെ അഭിപ്രായത്തെ കാണുന്നത്? ശ്രീമതി മിനി, കേൾക്കാമോ? ശ്രീമതി മിനിയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. സെയ്ദാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ സെയ്ദ്, പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ട ടൗണിൽ തന്നെ സാർ. ടൗണിൽ തന്നെയാണല്ലേ? ഓക്കെ, ശരി, പറഞ്ഞോളൂ. സാറിന്റെ അവതരണം വളരെ നല്ല രീതിയിലുള്ളൊരു അവതരണ ശൈലിയാണ്. കാരണം ഞാൻ പൊതുവേദി വിളിക്കില്ലെങ്കിലും ചില സമയത്ത് വിളിക്കാറുണ്ട്. പക്ഷെ സാറിന്റെ അവതരണ ശൈലി എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമാണ്, ഏറെക്കുറെ നിഷ്പക്ഷമാണ്. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാം കേട്ട് മന്ദഹസിക്കുന്ന ഒരു രീതി സാറിനില്ല. നിങ്ങളെ മറ്റേ അവതാരകരെയൊക്കെ പോലെ കുറച്ച് പക്ഷം പിടിക്കുന്ന ആളുമല്ല താങ്കൾ. ഒരു പരിധി വരെ താങ്കൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം വിഷയത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും അത് നമ്മൾ കാണുന്നതാണല്ലോ. പൊതുവേദി എന്നും മിക്കവാറും സമയം ഉണ്ടായി കാണുന്ന ഒരു പരിപാടിയാണ്. അതിൽ ചിലരുടെ അവതരണ രീതിയോട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് ആ വ്യക്തിയോടല്ല, അവരുടെ ആ ശൈലിയോടാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുമാണ്. ജനങ്ങൾ കാണുന്നു കോൺഗ്രസ് എന്താണെന്നും ഇപ്പം ഭരിക്കുന്ന ഇടതുപക്ഷം എന്താണെന്നും ജനങ്ങൾ കാണുന്നു.
പിന്നെ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളും പത്രങ്ങളും ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എത്ര കരിവാരി ചന്ദ്രൻ അല്ലെ സൂര്യൻ അത് തെളിഞ്ഞു തന്നെ നിൽക്കും. ഇതിട്ടുകൊണ്ട് മൂടാനൊക്കില്ല, പഴമുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അനുഭവസ്ഥർ വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് ജനങ്ങളും കൂടിയാണ്. അത്രയും എനിക്ക് പറയാം. താങ്കളുടെ വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ ക്ലിമിസ് ബാവയുടെ അഭിപ്രായത്തെ കാണുന്നത്? ഇപ്പോൾ ഈ പ്രധാനമായും കേരളത്തിൽ പൊതുവെ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് സംബന്ധിച്ച ചില തർക്കങ്ങളൊക്കെ ഉണ്ട് എന്ന മട്ടിലൊക്കെ ചില വാർത്തകളും അല്ലെങ്കിൽ അവരുടെയൊക്കെ ചില പ്രതികരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലായിരിക്കുമോ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്? നമസ്കാരം. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ആരും പിണങ്ങി പോകരുത്, പൊതുവേദിയിൽ ഉണ്ടാവണം, ഫൈറ്റ് ചെയ്ത് നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കളഞ്ഞു പോകാനാണെങ്കിൽ ആദ്യത്തെ ഒരു വിളി കൊണ്ട് ഞാനൊക്കെ പിണങ്ങിപ്പോണ്ടേ. പിന്നെ അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ പരാമർശിച്ച് മരിക്കുമെന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ഇവിടെ കേരളത്തിൽ ജീവിച്ചു. അതുകൊണ്ട് ഇവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്നേ ആ സഹോദരനോട് സ്നേഹപൂർവ്വം പറയാം. എന്റെ പേര് എടുത്ത് പറഞ്ഞതുകൊണ്ട് പറയാ, നമ്മളിവിടെ ഉണ്ട്, നിങ്ങളിവിടെ നിൽക്കേ കേട്ടോ, മനസ്സ് വിടരുത് കേട്ടോ. ശരി, എന്തായാലും പരസ്പരം പോരടിക്കേണ്ട ഒരു വിഷയമല്ല, ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാം. എന്റെ പേര് കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. താങ്കൾ പറഞ്ഞോളൂ. ശരി, ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ക്ലിമിസ് ബാവയുടെ അഭിപ്രായത്തെ കാണുന്നത്? അത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസിന്റെ തോൽവിയുടെ കാരണമെന്നുള്ളത് ഒരു ഭാഗം ഒരു കണക്കിന് ശരി തന്നെയാണ്. പക്ഷെ ഇപ്പം അതിനിടയിൽ കൂടെ കഴിഞ്ഞ കുറച്ച് മുമ്പ് അങ്ങ് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണെങ്കിൽ അവര് രണ്ടുപേരും അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ അർഹനായ ഒരാള് ആലപ്പുഴ ഭാഗത്തിരിപ്പുണ്ട്. PM സുധീരനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. PM സുധീരനെയാണെങ്കിലോ രാഹുൽ ഗാന്ധി ഈ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടെ ഒരേ കണക്ക് പറഞ്ഞിട്ട് KPCC പ്രസിഡന്റ് ആക്കണ്ടേ, PM സുധീരനെ ആക്കണ്ടേ, കാർത്തിയാനാക്കിക്കോ വേറെ ആരാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒടുവിൽ അന്ന് അദ്ദേഹം ഇനി മത്സരത്തിലേക്കോ അങ്ങനത്തെ രാഷ്ട്രീയത്തിലേക്കോ ഇല്ല എന്ന് പരസ്യമായി അല്ല അവസാന ഘട്ടത്തിൽ ഇപ്പം നമ്മളെ 2026 ആവട്ടെ. ഞാൻ പറയുന്നത് 26 ആകുമ്പോൾ വീണ്ടും മൂന്നാം ഭരണം തുടർഭരണം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷന് കൂട്ടി കുറച്ചുകൂടെ അരിയും പലർക്കും കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ സ്കൂളുകൾ ഹൈടെക് ആക്കി എന്നൊക്കെ പറഞ്ഞു വന്നാൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു കിറ്റൊക്കെ വീണ്ടും കൊടുക്കുകയോ എന്തെങ്കിലും കൊടുക്കുകയോ ജനങ്ങൾ ഇൻഷുറൻസ് പദ്ധതി ജനങ്ങളല്ലേ ആത്യന്തികമായി തീരുമാനിക്കുന്ന ആര് ജനങ്ങളല്ലേ ഇപ്പൊ തീരുമാനിച്ചത് രണ്ടാമത് കൊടുത്തത്. ജനം തന്നെ തീരുമാനിക്കും. ചിലപ്പോൾ വീണ്ടും AICC അടിയൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും AICC തീരുമാനിക്കുകയാണ് VM സുധീരൻ ഒന്നും മത്സരിക്കുന്നത്. നമുക്ക് ശ്രീ സുബ്രഹ്മണി കൂടി ചേർന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്നാണ് ശ്രീ സുബ്രഹ്മണി ചേരുന്നത്. ശ്രീ സുബ്രഹ്മണി, താങ്കൾ എങ്ങനെയാണ് ഈ അഭിപ്രായത്തെ കാണുന്നത്? അല്ല, ഇതില് കാണിച്ചിരിക്കുന്നത് ഇത് വസ്തുവാണ്. കോൺഗ്രസ് തന്നെയാണ് തമ്മിലുള്ള പാരയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാരണം. 10-20 വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു, ശ്രീ കരുണാകരൻ സാർ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കരുണാകരനും മുരളിക്കും ഭരണം വേണമെന്ന് പറഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി. അത് കംപ്ലീറ്റ് ആയിട്ട് കുളമായി. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കോൺഗ്രസിന്റെ ശനിദശ. തമ്മിൽ ഞാനാണ് വല്ലുവൻ എന്ന് പറഞ്ഞിട്ട് തമ്മിൽ നടക്കണം. അവരുടെ ഈ ബോഡി ലാംഗ്വേജ് തന്നെ നമ്മൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. തമ്മിൽ അതായത് പരസ്പരം നല്ല സ്നേഹമല്ല, ഒന്നുമില്ല, സ്നേഹമായിട്ട് നടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും പവർ ഹംഗ്രിയാണ് ഇവിടെ വരുന്നത്. ഇവരാരും ഭരണത്തിൽ മുഖ്യമന്ത്രി ആകാൻ പാടില്ല. നല്ലൊരു പുതിയ ഒരു നേതാവാണ് വരേണ്ടത്. ഇവിടെ ശ്രീ ദിവാകരനാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ അഭിപ്രായത്തെ കാണുന്നത്? കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഈ തമ്മിലടിയാണോ? അതെ, നേതാക്കന്മാരുടെ തമ്മിലടി തന്നെയാണ്. കാരണം എത്ര അധികാരം കിട്ടിയാലും ശരി, അതൊന്നും പോരാ, എനിക്ക് ഇനിയും വേണം. അത് ഒരാള് മരിക്കുന്നത് വരെ എന്നാ പറയാ, ഒരു MLA സ്ഥാനത്തോ MP സ്ഥാനത്തോ തുടർന്നാൽ അയാൾ മരിക്കുന്നത് വരെ എനിക്കത് വേണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ്. മറ്റ് ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്, ഞാൻ അവർക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരിക്കലും ഉണ്ടാകുന്നില്ല, അല്ലെ? എപ്പോഴും എല്ലാവർക്കും എന്താ പറയാ പരാതികളാണ്. ഇപ്പൊ K മുരളീധരന്റെ പ്രശ്നം തന്നെ നോക്കും, എപ്പോഴും പരാതികൾ. ഇതിനൊക്കെ തന്നെ മനം മടുക്കുന്ന ഒരു പറ്റം എന്താ പറയേണ്ട യുവതലമുറ പുറത്തുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി അവർക്കൊന്നും ഇല്ല. അവരൊന്നും കാണുന്നില്ല ഈ സംഭവം. അപ്പൊ അങ്ങനെ മനം മടുക്കുന്ന അവർക്ക് ആളുകൾ തിരിച്ചു കുത്തുന്നുണ്ടാവും. ശ്രീ ജാമി കൂടി ചേർന്നുണ്ട്, ചാലക്കുടിയിൽ നിന്നാണ്. താങ്കൾക്ക് അഭിപ്രായം പറയാം. ഹലോ, ശ്രീ ഡാമി പറഞ്ഞോളൂ. ഞാൻ ചാലക്കുടിയിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരനാണ്.
ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴേക്കും ഈ കോൺഗ്രസ്സുകാർ തന്നെ ഓരോ മത നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോണ ഒരു അവസ്ഥയെ കാണുന്നത്. അത് നല്ലൊരു കീഴ്വഴക്കല്ല. സാധാരണ കോൺഗ്രസ്സുകാർക്ക് യോജിച്ചൊരു പടിയല്ല. ബിഷപ്പിനെ കാണാം, അല്ലെങ്കിൽ ഇവിടെ സുകുമാരൻ നായരെ കാണാം, വള്ളോപ്പള്ളിനെ കാണാം. എന്തിനാ തന്നെ അപ്പൊ വർഗീയതല്ലേ അവര് നടത്തണത്? അത് പാടില്ല. നിഷ്പക്ഷമായിട്ട് നടത്തണം. നല്ല മുഖ്യമന്ത്രി ആവട്ടെ ആരായാലും. പണ്ടോട്ടെ കോൺഗ്രസ് അങ്ങനെ ഈ സാമുദായിക നേതാക്കളുമായിട്ടൊക്കെ ആ തരത്തിലൊരു ബന്ധം സ്ഥാപിക്കുകയും അതിനെയൊക്കെ ആ തരത്തിലൊരു സൗഹൃദമൊക്കെ സ്ഥാപിക്കുകയും അങ്ങനത്തെ രീതിയല്ലേ കോൺഗ്രസ് പണ്ടേ ഉള്ളത്? പാർട്ടികളെ പോലെ രണ്ട് രീതിയിലല്ലേ? അമിതമാവാൻ പാടില്ല. അല്ലാതെ ഈ സാധാരണ കോൺഗ്രസ്സുകാർക്ക് അതിനുള്ള താല്പര്യം ഇല്ല. ഇപ്പൊ ബിഷപ്പ് പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാ, ബിഷപ്പ് പറഞ്ഞ ഞാൻ കോൺഗ്രസ് വോട്ട് ചെയ്യാം, വേറെ അങ്ങനെയൊന്നും കേരളത്തിലെ ഏത് സാമുദായിക നേതാവ് പറഞ്ഞാലും ആ സമുദായ അംഗങ്ങളൊന്നും വോട്ട് ചെയ്യുന്നത് ചെറു ന്യൂനപക്ഷമല്ല വോട്ട് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഇവർക്കാർക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ നേതാക്കളൊക്കെയാണ്. ഇവര് ഗ്രൂപ്പ് അവസാനിപ്പിക്കട്ടെ. ഗ്രൂപ്പ് അവസാനിപ്പിച്ചാൽ തന്നെ അതല്ലെങ്കിൽ വീണ്ടും ഭരണം. ശരി, നമുക്ക് ശ്രീമതി മിനി കൂടി ചേർന്നുണ്ട്. മിനി നേരത്തെ അങ്ങോട്ട് വിളിച്ചപ്പോൾ കേട്ടില്ല എന്ന് തോന്നുന്നു. ശ്രീമതി മിനി, താങ്കൾക്ക് പറയാം. സാറേ, കോൺഗ്രസ് ആണോ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ അത് ശരിയായിട്ട് തന്നെയാണ്. കാരണം ഇന്ത്യ മഹാരാജ്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ നേതൃസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം ഒരു പക്ഷേങ്കിൽ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ മറ്റു പാർട്ടികളിലെ നേതൃത്വത്തെ കണ്ടിട്ട് അങ്ങനെ സ്പ്ലിറ്റായി പോകുന്നത് ഒത്തിരിയും പേരുണ്ട്. കാരണം ഞാനൊരു കോൺഗ്രസ്സുകാരി ആയിരുന്നു. ഹലോ, പിന്നെ സാറേ ഈ മതവുമായിട്ട് രാഷ്ട്രീയത്തെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്കറിയാം, അവിടെ ശരിക്കും വോട്ട് സ്പ്ലിറ്റ് ചെയ്യും. രാഷ്ട്രീയവും മതവും മീൻസ് ഈ രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ ശ്രമിക്കണം. അല്ലാതെ ഈ മത നേതാക്കന്മാര് വന്നിട്ട് എന്താ പറയുക, ഓപ്പൺ ആയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുന്നു. ഇവിടെ മെയിനായിട്ടും രാഷ്ട്രീയം പറയുമ്പോഴും സാറേ മതത്തിന് നല്ലൊരു ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി മോളി കൂടി ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്നാണ്. ശ്രീമതി മോളി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസിന്റെ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആര് മുഖ്യമന്ത്രിയാകും ആര് നേതാവാകും അതല്ല പ്രസക്തി. നമുക്ക് ഇപ്പൊ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണം. അതിന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കണം. അവിടെ മുഖ്യമന്ത്രി ആര് മുഖ്യമന്ത്രി വന്നാലും ഒരേ ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമുക്ക് വേണ്ടത് നമ്മൾ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിൽ നിന്ന് ഈ നാട്ടിലെ പ്രത്യേകിച്ച് യുവതലമുറ വളരെയധികം മോശപ്പെട്ടു പോയിരിക്കുന്ന അവർക്ക് എംപ്ലോയ്മെന്റ് ഇല്ല, അവർക്ക് ജോലി സാധ്യത കുറവ്, ആകെ പ്രശ്നങ്ങളാണ്. സാധനങ്ങൾക്ക് വില കൂടുതൽ, സാധാ മനുഷ്യന് ജീവിക്കാൻ യാതൊരു മാർഗവും. അപ്പൊ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നേതാവ് ആരാകും എന്നുള്ളതല്ല, നമുക്ക് ഭരണ ചേഞ്ച് വരണം. അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ അഭിപ്രായത്തെ കാണുന്നത്? കിരൺ സാർ, എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. വളരെ വേദനയുണ്ട് സാർ. അതായത് വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും പൊതുവേദിയിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ പൊതുവേദി നിലനിർത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. അതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ആളുകൾ അങ്ങനെയല്ലേ, നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും അങ്ങനെയൊക്കെയല്ലേ കടന്നു പോകുന്നു സാർ. ഇത് ഒത്തിരി അധികം കടന്നു പോകുന്നു. എടോ പോടോ വിളി വരെ നിലനിൽക്കുന്നുണ്ട് സാർ. അതെ, ചിലരൊക്കെ സംസാരിക്കുമ്പോൾ ചിലരിങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നതിനെ വൈകാരികമായിട്ടാണ് എടുക്കുന്നത്. പ്രതികരിക്കാനായിട്ട് ആകെ ഉള്ള ഒരു സംവിധാനമാണ് സാർ ഈ ന്യൂസ് 18 പൊതുവേദി. അത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ട് എത്രയും വേഗം പിന്മാറുന്നതല്ലാതെ ഞാൻ ഈ സംസാരിക്കുന്ന എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് അയാളെന്നും മറ്റേന്നും മറിച്ചെന്നും പറയേണ്ട കാര്യമല്ല. അവരവരുടെ കാര്യങ്ങൾ പറയാ. ഈ ഒരു സംവിധാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന എല്ലാവരെയും ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്. ഇത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നിങ്ങളെല്ലാവരും കഴിയുന്നിടത്തോളം ശ്രമിക്കണം. പിന്നെ സാർ, കോൺഗ്രസിന്റെ കാര്യം സാർ, കോൺഗ്രസ് ഒരുപാട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. പഴയതുപോലെയല്ല. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിലേക്ക് പോകുന്ന ഒരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അടുത്ത ആളിന് വേണ്ടിയിട്ട് ഞാൻ താങ്ക് യു. ശ്രീ മുരളീധരനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കിരൺ, ഞാനിപ്പോ തിരിച്ചു വിളിക്കാനുള്ള കാരണം എന്താ പറയാൻ കിരൺ, ഒരു വാക്കുകൊണ്ടാണ്. ഞാൻ ഈ പൊതുവേദിയിൽ വിളിക്കുന്ന പലരെയും വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല.
കാരണം ഞാൻ എന്നെ പറഞ്ഞാൽ മാത്രം ഞാൻ ചിലപ്പം പറയുമായിരുന്നു തിരിച്ച്. ഇപ്പൊ ഞാൻ താങ്കളെയാണ് കുറ്റം പറഞ്ഞത്. ഞാൻ ഈ അബ്ദുറഹ്മാൻ എന്ന ആളിനെ അല്ല, അല്ലെങ്കിൽ ഷാജി അല്ല. പ്രദീപ്, താങ്കൾ നേരത്തെ പറഞ്ഞു, താങ്കൾ പറഞ്ഞതിനകത്ത് മറ്റു ചിലരുടെ പേരുകളൊക്കെ പറഞ്ഞു. ഈ ഞാൻ ഓരോരുത്തരും താങ്കൾ ഏതോ മറ്റ് ഇതാണ് നിങ്ങൾ എന്നെ പറഞ്ഞു മുഴുപ്പിക്കാൻ സമ്മതിക്കുന്നത്. അതാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഞാനും താങ്കളോട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ഞാൻ പറയുന്നതിന് മുമ്പേ താങ്കൾ ഇടയ്ക്ക് കയറുന്നു. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനും താങ്കളും സംസാരിക്കുമ്പോൾ അതിനിടയ്ക്ക് കയറില്ല എന്നുള്ള താങ്കളോട്ടുള്ള ആശയക്കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്നെ ഇന്നലെ ആ കക്ഷി എന്നെ വിളിച്ച് എന്റെ പേര് പറഞ്ഞപ്പോഴും താങ്കൾ മിണ്ടാതിരുന്നു എന്നാണ്. അല്ലാതെ അയാളല്ല കുറ്റം പറഞ്ഞ. എന്നെ പറഞ്ഞോട്ടെ, എന്നെ ദീപുവിനും പറയാം, എനിക്ക് ഷാജിക്കും പറയാം, എനിക്ക് അബ്ദുറഹ്മാനും പറയാം. പക്ഷെ എന്നെ പറയുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങനെ എല്ലാവരും ആ ഒരു ട്രെൻഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എന്താ മിണ്ടായിരുന്നത്. ശരി പ്രദീപേ, താങ്കൾ തന്നെ പലപ്പോഴും സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാനാണെങ്കിൽ ഒരുപാട് തവണ ഇടപെടേണ്ടി വരും. ഞാൻ ആദ്യമൊക്കെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, താങ്കൾ കട്ട് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞു, ഇന്നലെ തന്നെ താങ്കൾക്ക് ഒരു 50 സെക്കൻഡോളം സംസാരിച്ച ശേഷമാണ് ആദ്യമായി തന്നെ ഇടപെട്ടത്. നോക്കൂ, തൊട്ട് ഞാൻ രണ്ടാമത് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശ പൗരനാണോ ഇന്ത്യൻ പൗരനാണോ? അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ ഇന്ത്യക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. താങ്കൾ അങ്ങനെ പറഞ്ഞു തന്നെയല്ല. താങ്കൾ മറ്റൊരു ഒട്ടവുമായി ബന്ധപ്പെടുത്തി ആരെങ്കിലും പറഞ്ഞ് ആക്ഷേപിച്ചെങ്കിൽ അത് ശരിയല്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ ഞാനത് അത്രയും ശ്രദ്ധിച്ചില്ല. ഈ സംസാരിക്കുന്നതിനിടയിൽ അടുത്ത ആളിലേക്ക് ചിലപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കിരൺ, ആസ് എ ആങ്കർ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എന്നെ അപ്പോഴും തിരുത്താം അവിടെ വെച്ച്. അങ്ങനെ ഒരാളെ കുറിച്ച്, മൂന്നാമതൊരാളെ കുറിച്ച് ഞാൻ മോശമായി പറഞ്ഞു, അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് സോറി ചോദിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത്, താങ്കൾ ദയവ് ചെയ്ത് പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കൂ. രണ്ടാമത് ഇതിൽ സംസാരിക്കുന്ന എല്ലാ പേരെയും ഞാൻ കാണുന്നത് എന്റെ സുഹൃത്തുക്കളായിട്ട് മാത്രമാണ്. എനിക്കിവിടെ ഇനി ഒന്നുമില്ല. ഞാൻ രാജ്യത്തിന് വീണ്ടും നാളെ മുതൽ വിളിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. അതോ പഴയ നിലപാടിൽ തന്നെയാണോ? ശരി, എന്തായാലും ശ്രീ മുരളീധരനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ മുരളീധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ തർക്കത്തെ കാണുന്നത്? ആദ്യം തന്നെ ന്യൂസ് 18 ഒരു നന്ദി. എന്താ കാരണം വെച്ചാൽ മറ്റു മാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന പോലെയല്ല ന്യൂസ് 18 ചെയ്യുന്നത്. ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് ന്യൂസ് 18 ഒരു നന്ദിയുണ്ട്. ആത്യന്തികമായി ജനങ്ങളുടെ അഭിപ്രായം കൂടി, ജനങ്ങളാണല്ലോ അഭിപ്രായം പറയേണ്ട ആളുകൾ, അവരാണല്ലോ മാധ്യമങ്ങളല്ലോ തീരുമാനിക്കുന്നത്. ന്യൂസ് 18 കാണുന്നത് അതൊരു വലിയ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പൊതുവേദി പരിപാടി വെക്കുന്നതും. അത് മുടങ്ങാതെ പരമാവധി ദിവസങ്ങളാകുന്നു. ഇപ്പോൾ 1 മണിക്കൂറായി. എനിക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനുള്ളത്, കോൺഗ്രസ്സുകാർ മാത്രമല്ല, ജാതിമത പുരോഹിത വർഗ അടക്കമുള്ള ജാതിമത ശക്തികളാണ് ഈ കോൺഗ്രസിനെ ശരിക്കും തോൽപ്പിക്കുന്നത്. നമ്മള് തൃശ്ശൂരത്തെ കാര്യം തന്നെ എടുത്താൽ അറിയാം. കരുണാകരൻ തോൽക്കാനുള്ള കാരണം, അതുപോലെ മുരളീധരൻ, പത്മജ, ആ കുടുംബത്തിലെ എല്ലാവരും തോൽക്കാനുള്ള കാരണം ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഇന്ന് കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി ക്ലിമിസ്റ്റ് ബാവ പറഞ്ഞ ഒരു അഭിപ്രായത്തിലാണ് നമ്മൾ ചർച്ച നടത്തിയത്. ഇതിൽ ചില പ്രേക്ഷകരെങ്കിലും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ വൈകാരികമായിട്ട് എടുക്കുകയും മറ്റു ചിലർക്കെതിരെയൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. ചിലർ അതിനെ വൈകാരികമായി കാണുകയും അതിനെതിരെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തു. ഈ പരിപാടി നടത്തുന്ന ആൾ എന്ന നിലയ്ക്ക്, മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, എത്ര രൂക്ഷമായിട്ട് വേണമെങ്കിലും ആർക്കെതിരെയും നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ മാന്യമായ അഭിപ്രായ പ്രകടനമായിരിക്കണം, മാന്യമായ വാക്കുകളായിരിക്കണം. പിന്നെ ഓരോരുത്തരും മാന്യത തീരുമാനിക്കേണ്ടത് അവരവരാണ്. അങ്ങനെ ഇന്ന വാക്ക് മാന്യമാണ് എന്നൊക്കെ പറയാൻ പലപ്പോഴും ചിലപ്പോൾ കഴിയാതെ വരും. അത് പ്രയോഗിക്കുന്ന ശൈലിയും പ്രയോഗിക്കുന്ന രീതിയും സന്ദർഭവും ഒക്കെ അനുസരിച്ചാണ് പല വാക്കുകളും മാന്യമാവുന്നതും അല്ലാതെ ആവുന്നതും ഒക്കെ. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നവർ തന്നെയാണ് നമ്മുടെ മഹാഭൂരിപക്ഷം പ്രേക്ഷകരും. അതുകൊണ്ട് ദയവായി സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.